കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 89ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും കർത്താവ് അതിശയകരമായിട്ട് നമ്മളെ നടത്തുകയും തിരുവചനത്തിന്റെ സത്യങ്ങൾ പഠിക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായിട്ടും നമുക്ക് ഒന്നിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം ആണ് ചിന്തിച്ച് നിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ ലാസ്റ്റിലത്തെ ഒരു 3 വാക്യങ്ങൾ കൂടെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അത് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി എന്നുള്ളൊരു വിഷയമാണ്. ഒരല്പം ദീർഘമായിട്ട് അതിനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഏർലി ടൈമിൽ എന്ത് നടന്നു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു പുകമറയ്ക്കുള്ളിൽ നമ്മളായിരുന്നു കഴിഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോകും. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അല്പം കൂടുതലായിട്ട് ആ വിഷയത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് അതൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് അതിന്റെ തുടർന്നുള്ള 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒരു ചോദ്യത്തിന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് മറുപടി പറയുവാനായിട്ട് സമയം ലഭിച്ചില്ല. കഴിയുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയണം. അത് കഴിഞ്ഞിട്ട് സമയം അനുവദിക്കുന്നുവെങ്കിൽ 12ാമത്തെ അധ്യായത്തിലേക്കും കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 12ാമത്തെ അധ്യായം ഒരു ചെറിയ അധ്യായമാണ്. അധികം ടേക്ക് അവേ ആ അധ്യായത്തിൽ നമുക്കില്ല. അതുകൊണ്ട് ബൈ ചാൻസ് ഇന്ന് അതിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ അത് പറഞ്ഞ് തീർക്കുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 മുതൽ അവസാനം വരെ 26 വാക്യമാണെന്ന് തോന്നുന്നു. അത് നമുക്ക് ചിന്തിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കുവാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ട് ഞാൻ അധികം റഷ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയതിന്റെ ഒരു റീക്യാപ്പ് അല്പം അതിനെ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കും. അതിനുശേഷം ആ ചോദ്യത്തിന് മറുപടി പറയും. അത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും ഉത്സാഹത്തോടു കൂടി വേദവചനം നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കുവാനുള്ള ഒരു സമർപ്പണത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. സഭയുടെ ആരംഭ ദിവസം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ക്രൂശീകരണം കഴിഞ്ഞ് 50ാമത്തെ നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ വന്ന ആ ദിവസത്തിലോ അല്ലെങ്കിൽ 12 ശിഷ്യന്മാരുടെ ശുശ്രൂഷയിലോ യെരുശലേമിലോ യഹൂദിയയിൽ എവിടെ വെച്ചെങ്കിലുമോ ഇവരെ ആരും ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിട്ടില്ല എന്ന് നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനായിട്ടിടയായി. പെന്തക്കോസ്ത് നാളിലായിരുന്നു ആക്ച്വലി ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടുന്നത്. അന്ന് 3000 പേര് സഭയോട് ചേരുകയും അന്ന് സഭ ആരംഭിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ദിവസമായിരുന്നു ആക്ച്വലി നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടുന്നത്. എന്നാൽ അവിടെ വെച്ച് വിളിച്ചില്ല. തന്നെയല്ല, 12 ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ എങ്ങും വെച്ച് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിട്ടില്ല. യെരുശലേമിലോ യഹൂദിയയിൽ ഒരിടത്തും വെച്ചോ അങ്ങനെ ഒരു വിളിപ്പേര് അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് സിറിയയിലെ അന്ത്യോക്യയിൽ കൂടി വന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് തുടങ്ങിയ ജനത്തെയാണ് ക്രൈസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിന് പ്രധാന കാരണം യെരുശലേമിൽ 12 ശിഷ്യന്മാർ പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതും യഹൂദന്റെ വാഗ്ദത്ത പദ്ധതിയും അവരുടെ പ്രവചന നിവർത്തിയും പ്രത്യാശയും മോശെ കൊടുത്ത ന്യായപ്രമാണവും തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാഞ്ഞത്. കാര്യം ഈ വിളിക്കുന്നത് യഹൂദന്മാരാണ്. യഹൂദന്മാർ നോക്കുമ്പോൾ അവരുടെ പ്രവചന നിവൃത്തിയും അവരുടെ വാഗ്ദത്ത പദ്ധതിയും, കാര്യം അബ്രഹാം മുതലേ ഫോളോ ചെയ്തു വരുന്ന ഒരു വാഗ്ദത്ത പദ്ധതിയുണ്ട്. ആ പദ്ധതി തന്നെയാണ് ഇവരും പ്രസംഗിക്കുന്നത്. അവരുടെ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചന നിവൃത്തിയെ കുറിച്ചാണ് ഇവർ പ്രസംഗിക്കുന്നത്. അവരുടെ തന്നെ പ്രത്യാശയും മോശ കൊടുത്ത ന്യായപ്രമാണവും തന്നെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. പിന്നെ ഇവരെ എങ്ങനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു വിളിപ്പേർ അവിടെ എങ്ങും ലഭിച്ചിട്ടില്ല. യെരുശലേം ദേവാലയത്തിലാണ് അവർ ആരാധിക്കാൻ പോയിരുന്നത്. യാഗ പ്രാർത്ഥനയിലാണ് അവർ സംബന്ധിച്ചിരുന്നത്. മോശയുടെ ന്യായപ്രമാണമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയാണ് അവർ പ്രസംഗിച്ചതും പിൻപറ്റിയതും. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവരെ ആരും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാതിരുന്നത്. എന്നാൽ അവർ ഫോളോ ചെയ്തിരുന്ന ഇത് തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഞാൻ ഒത്തിരിയും ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ക്ലിയർ ഫാക്ട് ആയത് കാരണം ഞാൻ അധികം സമയം അവിടെ കളയുന്നില്ല. എന്നാൽ ഒരു വാക്യം ഒന്ന് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. അതല്ല, ആ ഒരു റെഫറൻസ് അല്ല, ഞാൻ അത് എടുത്തു വെച്ചിരുന്ന റെഫറൻസ് ആണ്. അടുത്ത അപ്പോസ്തല പ്രവൃത്തികൾ 21-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം.
21 അധ്യായം 20 വാക്യം. ഇത് ഏകദേശം അപ്പോസ്തല പ്രവർത്തികൾ 2 പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായി സഭ ആരംഭിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് ഏകദേശം ഒരു 20 വർഷം 25 വർഷം കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണ് ഈ 21 അധ്യായത്തിൽ പറയുന്നത്. ആ സമയത്ത് പൗലോസ് അപ്പോസ്തലന്റെ 3 മിഷണറി യാത്രയും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് യെരുശലേമിൽ എത്തുകയാണ്. ഈ ശിഷ്യന്മാർ അന്നും അവിടെ തന്നെ ഉണ്ട്. യെരുശലേമിൽ നിന്ന് അവരെങ്ങും പോയിട്ടില്ല. അവരുടെ കൂടെയുള്ള കൂടിവരവുണ്ട്. അനേക ആയിരങ്ങൾ അവിടെ കൂടി വരുന്ന കൂടിവരവ് അവിടെ ഉണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ എത്തിയിരിക്കുക. അവിടെ എങ്ങനെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ പൗലോസ് അപ്പോസ്തലനോട് നടക്കുന്ന ശുശ്രൂഷകളും അനേക ജാതികള് ദൈവത്തിലേക്ക് വരുന്ന ആ ഒരു വലിയ മിനിസ്ട്രിയും കേട്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 പേരുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. ഈ കൂടിയിരിക്കുന്നവരെ കണ്ടോ? ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇടയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. ഇതാ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാ. ഇംഗ്ലീഷ് കണ്ടില്ലയോ? ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? അവിടെ പറയുകയാണ്, ആൻഡ് ദേ ആർ ഓൾ zealous of the law. അവർ വെറുതെ ന്യായപ്രമാണം ഫോളോ ചെയ്തിരുന്നു എന്നല്ല, അവർ ഭയങ്കര തൽപരന്മാരായിരുന്നു, ന്യായപ്രമാണ തൽപരന്മാരായിരുന്നു. അതിൽ പിടിച്ചു നിന്നിരുന്നവർ, ആ ന്യായപ്രമാണ പ്രകാരം ജീവിച്ചിരുന്നവരാ. അതാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഞാൻ പറയുന്നത്, അവർ മോശയുടെ ന്യായപ്രമാണവും അവരുടെ ആരാധനാ രീതികളും അവരുടെ നിയമങ്ങളും ഒക്കെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാ. അതുകൊണ്ട് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് അവർ ചെയ്തിരുന്നത് യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച കർത്താവിന്റെ ടീച്ചിങ്സ്, അതായത് മാനസാന്തരം, ജലസ്നാനം, കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്യഭാഷ, പ്രവചനം, രോഗശാന്തി, സെർമൺ ഓഫ് ദ മൗണ്ട്, ഗ്രേറ്റ് കമ്മീഷൻ, ഇതെല്ലാം അവർ ഫോളോ ചെയ്തിരുന്നു. ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണിത്. ഇതെല്ലാം ഈ രീതിയിൽ, അതായത് മാനസാന്തരവും ജലസ്നാനവും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കർത്താവ് ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തതിന്റെ അനുസരിച്ച് അതിന് പ്രകാരം അവർ ഫോളോ ചെയ്തിരുന്നു. അന്യഭാഷയും പ്രവചനവും രോഗശാന്തിയും. ഇന്ന് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം അവർ ഫോളോ ചെയ്തിരുന്നു. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്ക് കൊടുത്തിരുന്ന ഗ്രേറ്റ് കമ്മീഷനാണ്. അതെല്ലാം സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രിപ്പറേഷനും പ്രീ റിക്വസിറ്റുമാണ്. സ്വർഗരാജ്യം, കിങ്ഡം എന്നുള്ളതാണ് അവരുടെ എല്ലാം പ്രത്യാശ. പിതാക്കന്മാർ മുതലേ അവരുടെ പ്രത്യാശ അതാ. അതിലേക്ക് ആര് കടക്കും, അതിൽ കടക്കാൻ എന്തു ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻസ്, അതിന്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് എന്തെല്ലാം ചെയ്യണം, ആ കാര്യങ്ങളാണ് അവർ പ്രസംഗിച്ചിരുന്നത്. അവർ അന്യദേശത്തേക്കൊക്കെ ഓടിപ്പോകുവാനായിട്ടിടയായി, അതെല്ലാം ശരിയാ. പക്ഷെ ഓടിപ്പോയതൊന്നും ജാതീയ ദേശങ്ങളിൽ പോയി ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല. ഓടിപ്പോയത് തന്നെ അവർക്ക് നിക്കക്കണ്ണി ഇല്ലാതെ പോയതാ. അല്ലാതെ അവർ സുവിശേഷം അറിയിക്കാനായിട്ട് ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമായിട്ട് രാവിലെ പൊതിയും കെട്ടി സുവിശേഷം പറയാൻ പോയതല്ല. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. സ്തേഫാനോസിന്റെ കൊലപാതക നിമിത്തം ഉണ്ടായ ആ ഒരു ഉപദ്രവം നിമിത്തം അവിടെ സഭയ്ക്ക് ഭയങ്കര ഉപദ്രവം നേരിട്ടു. ഒരു വലിയ റയറ്റ് ഉണ്ടാകാനായിട്ടിടയായി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനം എത്തിയിരിക്കുക. പെന്തക്കോസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ കണ്ടതാ. അവിടെ 7 പേരെ, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ തന്നെ 7 പേരെ പ്രാർത്ഥിച്ചാക്കിയിരിക്കുക, ഈ 12 ശിഷ്യന്മാർ കൂടാതെ. അവിടെ വന്ന് കൂടിയിരിക്കുന്ന ആയിരങ്ങൾ, 10,000, 3000 പേർ അന്ന് തന്നെ സഭയോട് ചേരുക. പിറ്റേ ദിവസം യെരുശലേം ദേവാലയത്തിൽ കണ്ടില്ലേ, പത്രോസും യോഹന്നാനും കൂടെ ഒരാളെ സൗഖ്യമാക്കുന്നിടത്ത് ആണുങ്ങൾ മാത്രം 5000-ലേറെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയമായിരുന്നു. ആ പെന്തക്കോസ്ത് പെരുന്നാളിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പിതാക്കന്മാർ മുതൽ കാത്തിരുന്ന വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റ് പിറക്കിയിട്ട് യവന ദേശത്തുള്ള യഹൂദന്മാരെല്ലാം വിറ്റ് പിറക്കി ഇവിടെ വന്നിരിക്കുക. ഇവിടെ നിന്നും അവർക്കുള്ളതെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. യെരുശലേമിൽ നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് പറയാം, മാരാമൻ കൺവെൻഷൻ ആൾക്കാർ നടക്കുന്നത് പോലുള്ള ഒരു തിരക്കാണ് യെരുശലേമിൽ. അതുപോലെ ജനമെല്ലാം അവിടെ എത്തിയിരിക്കുക. അവിടെ ഒരു ഭയങ്കര റയറ്റ് ഉണ്ടാകുക. അതിനുശേഷം ആ കാലക്കാർ അവർക്ക് വേറെ യാതൊന്നും ചിന്തിക്കാനില്ല. അവരുടെ ഇതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് ശിഷ്യന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് അവർ പ്രാർത്ഥനയും ഉപവാസവും കാത്തിരിപ്പും അന്യഭാഷയും ആരാധനയുമായിട്ട് അവിടെ കൂടിയിരിക്കുക. കാര്യം അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് മടങ്ങി വരുമെന്ന് കർത്താവ് വായ്മൊഴിയായിട്ട് പറഞ്ഞിരിക്കുക, എങ്ങും വായിച്ചു കേട്ടതല്ല. അത്രയ്ക്ക് അഷ്വേർഡ് ആയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുക. അപ്പൊ അത്രയും അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു റയറ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. അതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് അവർ കാക്ക എറിഞ്ഞ കല്ലുപോലെ 4 ദേശത്തേക്ക് ഓടുകയാണ്. അവര് അഭയം, ജീവരക്ഷാർത്ഥം ഓടിപ്പോവുക. അങ്ങനെ അവർ ഓടിപ്പോയ ദേശങ്ങളുടെ കാര്യമായി പറയുന്നത്. പല സ്ഥലങ്ങളിലും അവർ ഓടിപ്പോയി എന്നുള്ളത്. പക്ഷേ
അവർ ഓടിപ്പോയതും ശമരിയയിലൊക്കെ പോയി ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ ശമരിയ നമ്മൾ അതിനേക്ക് അവതരിപ്പിക്കുന്ന ശമരിയ എന്തോ അങ്ങ് അഫ്ഗാനിസ്ഥാനിലാണെന്നുള്ള രീതിയില്ല. ശമരിയ എന്നൊക്കെ പറയുന്നത് അവരുടെ വാഗ്ദത്ത ദേശത്തിന്റെ ഭാഗമാണ്. അതായത് അവരെ ഈ നോർത്തേൺ കിങ്ഡം എന്നും സൗത്തേൺ കിങ്ഡം എന്ന് പറഞ്ഞ് ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുക. അതിലെ നോർത്തേൺ കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണ് ശമരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഒരു പിക്ചർ ഒന്ന് കാണിക്കാം, പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് നോക്കാം. ഇതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഇതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇതിലെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ജൂത എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അവർക്ക് വാഗ്ദത്തം കിട്ടിയിരിക്കുന്ന ദേശം എന്ന് പറയുന്നത്. ഈ ചുമന്ന ഭാഗം കാണുന്നത് പലസ്തീനാണ്, ഇപ്പോഴത്തെ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ചുമന്ന വിഭാഗം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിൽ ഇതിന്റെ പകുതി, അതായത് താഴെ ഭാഗമാണ് കിങ്ഡം ഓഫ് ജൂഡ. ഇത് കണ്ടില്ലേ, കിങ്ഡം ഓഫ് ജൂഡ. ഇതിന്റെ മേലെ ഭാഗമാണ് കിങ്ഡം ഓഫ് ഇസ്രായേൽ. അതിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ല, ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഇതാണ് ഇസ്രായേൽ. ഇതിന്റെ ക്യാപിറ്റലാ ശമരിയ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ കണ്ടില്ലേ, ശമരിയ എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റാർ, ഇതാണ് ശമരിയ എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാപിറ്റലാണ് ജെറുസലേം എന്ന് പറയുന്നത്. ജൂഡയുടെ ക്യാപിറ്റലാണ് ജെറുസലേം. ഇവര് ശമരിയയിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോയി എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവരെവിടെന്നെങ്കിലും ഓടി അങ്ങ് എന്താ പറയുന്നത്, ആളും പേരും ഇല്ലാത്ത സ്ഥലത്ത് പോയി അവിടെ ജാതികളോട് സുവിശേഷം പറഞ്ഞാൽ അവരുടെ വാഗ്ദത്ത ദേശം തന്നെയാണ്. ഓഫ്കോഴ്സ് അവിടെ അവരെ പോകാറില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാതികൾ താമസിക്കുന്ന, ജാതികൾ വന്ന് കുടിയേറി പാർക്കുകയും യഹൂദന്റെ കൂടെ മിക്സ് ആയിട്ട് ഒരു ഹാഫ് ജ്യൂ ഹാഫ് അസീറിയൻ, അങ്ങനെ അവരുടെ കസ്റ്റവും അവരുടെ സിസ്റ്റവും അവരുടെ ആരാധനയെല്ലാം മാറ്റിക്കളഞ്ഞ ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, താഴ്വശമാണ് ജുഡിയ എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് ശമാരിയ എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. അതിന്റെ മേലെയാണ് ഗലീലിയും നസറേത്തും കഫർനഹവും ഡെക്കപ്പൊലീസും ഒക്കെ. ഈ ഡെക്കപ്പൊലീസ് എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഭാഗമാണ്. ഡെക്കപ്പൊലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പട്ടണങ്ങൾ, 10 സിറ്റികൾ. ഡെക്ക എന്ന് പറഞ്ഞാൽ 10, പോലീസ് എന്ന് പറഞ്ഞാൽ സിറ്റി. ഡെക്കപ്പൊലി നാടുകൾ എന്ന് പറയുന്നത് 10 പട്ടണങ്ങൾ അടങ്ങുന്ന ഒരു നാടാണ്. ഗലീലി എന്ന് പറയുന്നത് 12 ശിഷ്യന്മാരിൽ 11 പേരും ഗലീലിയയിൽ നിന്നുള്ളവരാ. കർത്താവ് ജനിച്ചത് ബേത്ലഹേമിൽ ഇവിടെയാണെങ്കിലും വളർന്നത് മുഴുവൻ നസറേത്തില. ഇത് നോർത്തേൺ ഇസ്രായേലാ. മനസ്സിലായോ? ഇതിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. സൗത്ത് പോർഷൻ ആണ് ജുഡിയ, അല്ലെന്നുണ്ടെങ്കിൽ യഹൂദിയ നാട് എന്നറിയപ്പെടുന്നത്. ഇതൊന്നും അവര് ശമരിയയിൽ പോയി സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാഗ്ദത്ത ദേശം തന്നെയാണ്. പക്ഷെ ജനം തെറ്റിപ്പോയി. അവര് അശേര പ്രതിഷ്ഠകളെയും തമ്മൂസിനെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ദൈവം അവരെ അശൂർ പ്രവാസത്തിലേക്ക് ഓടിച്ചു വിട്ടു. അവിടെ നിന്നും അവർ മടങ്ങിയെത്തിയില്ല. അവിടെ നിന്നും അശൂരിലെ രാജാക്കന്മാർ, നിങ്ങൾ 2 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ കാണാം. അവിടെ നിന്ന് ജാതീയ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്ന് ശമരിയയിൽ പാർപ്പിച്ചു. അങ്ങനെ ശമരിയയിലെ പട്ടണങ്ങൾ മുഴുവനും ജാതികളെ കൊണ്ട് നിറയുവാനായിട്ടിടയായി. അതുകൊണ്ട് ആ കർത്താവ് എപ്പോഴും പറയുമ്പോൾ അവർ ശമരിയയിൽ പോകുമ്പോൾ ശമരിയരുടെ പട്ടണങ്ങളിൽ കടക്കരുതെന്ന് പറയാൻ കാര്യം, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത് എന്നൊക്കെ പറയാൻ കാര്യം അതാണ്. ഇതെല്ലാം യഹൂദിയയുടെ ഭാഗമാണ്. ഇവർ അവിടെ പോയി സുവിശേഷം അറിയിച്ചത് ഈ നസറേത്തിലും ഈ ശമരിയയിലുമാണ്. അതുകൊണ്ട് അതൊരു പുതിയ സ്ഥലമല്ല, നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇവിടെ എല്ലാവരും പോയി സുവിശേഷം അറിയിച്ചത് ആരോടാ? യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ് സുവിശേഷം അറിയിക്കുന്നത്. അവിടെ ഈ വിശ്വാസത്തിലേക്ക് ജാതികളുടെ ഒരു തള്ളിക്കയറ്റം അന്നില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്താ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളൊന്നും വിളിച്ചിരുന്നില്ല? എന്തുകൊണ്ട് ഈ അന്ത്യോക്യയിൽ കൂടി വന്ന ജനത്തെ ക്രിസ്ത്യാനികൾ വിളിച്ചു എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. കാര്യം ഇന്ന് നമ്മളെ കംപ്ലീറ്റ് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ല കറക്റ്റ് എങ്ങനെയാണെന്നുള്ള വിഷയം. അതുകൊണ്ടാണ് ഞാൻ അവിടെ അല്പം കൂടെ അതിനെ അല്പം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവർ എന്താ പറയുന്നത്, മഹാദൗത്യം ഏറ്റെടുത്ത് ശമരിയയിലും കുപ്രോസിലും കുറേനയിലും ഫോയ്നിക്കയിലും ഡെമസ്കോസിലും അന്ത്യോക്യയിലും ഒക്കെ പോയി അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിച്ചു എന്ന്. അവിടെ എല്ലാം അവർ പോയി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോയിടത്തെല്ലാം പോയത് യഹൂദന്മാരാ, പോയിടത്ത് സംസാരിച്ചതും യഹൂദന്മാരോടാണ്, പോയ ദേശവും യഹൂദന്മാരുടെ ദേശം തന്നെയാണ്. കാര്യം അവിടെ അവരെല്ലാം ചിതറി പാർക്കുന്നതാ. അവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സുവിശേഷം അറിയിക്കാതെ പൊക്കിക്കൊണ്ടിരുന്നത് തന്നെ. വന്നതും യഹൂദന്മാരാണ്, പോയതും യഹൂദന്മാരാണ്, പോയി സുവിശേഷം അറിയിച്ചതും യഹൂദന്മാരോടാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഈ വിശ്വാസത്തിൽ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ മിനിമം പരിച്ഛേദന ഏൽക്കണമായിരുന്നു, മോശയുടെ കൽപ്പനകൾ അനുസരിക്കണമായിരുന്നു. മോശയുടെ കൽപ്പന എന്ന് പറയുന്നത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ അല്പം മുമ്പ് വായിച്ച ഭാഗം അപ്പോസ്തലപ്രവൃത്തിയിൽ 21-ാം അധ്യായം 20-ാം വാക്യം.
അതിന്റെ 21-ാം വാക്യം ഞാനൊന്ന് കാണിക്കാം. അവിടെ ഇങ്ങനെയാ പറയുന്നത്. അതിന്റെ 21-ാമത്തെ വാക്യം, 21-ന്റെ 21. അവിടെ ഇങ്ങനെയാ പറയുന്നത്, മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞു, മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ഇത് 12 അപ്പോസ്തലന്മാര് പൗലോസ് അപ്പോസ്തലനോട് പറയുന്ന കാര്യമാണ്. നിന്നെക്കുറിച്ച് ഇവിടെയുള്ള കംപ്ലൈന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ മോശയെ ഉപേക്ഷിച്ച് കളയുവാനും പരിച്ഛേദന വേണ്ട ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു, മക്കളെ പരിച്ഛേദന ചെയ്യിപ്പിക്കരുത് എന്ന് നീ ഉപദേശിക്കുന്നു എന്ന് ഇവിടെ അറിഞ്ഞിരിക്കുന്നു. അതാണ് നിന്റെ പേരിലുള്ള കംപ്ലൈന്റ് എന്ന് പത്രോസും പന്തിരുവരും ചേർന്ന് പൗലോസിനോട് പറയുക. ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിതെല്ലാം ചെയ്യിക്കുന്നവരാ. അവർ പരിച്ഛേദന ചെയ്യുന്നവരാണ്, അവർ മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അവർ യെരുശലേമിൽ യഹൂദിയയുടെ ക്യാപിറ്റലിൽ താമസിക്കുന്ന ആൾക്കാരാ. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ക്രിസ്ത്യാനികളല്ല, അവർ യഹൂദിയ വിശ്വാസം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അന്ത്യോക്യയിലുള്ളവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. യേശു ക്രിസ്തു, ക്രൈസ്റ്റിയൻസ്, ക്രിസ്തുവാണ് അവർക്ക് സകലത്തിലും എല്ലാം. അതുകൊണ്ട് അവർ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന യഹൂദിയ ജനങ്ങളും മറ്റ് ജാതികളുമാണ്. ആ ജാതികൾ അവിടെ ചേരുന്നെങ്കിലും, ആ ഗ്രൂപ്പിൽ ചേരുന്നെങ്കിലും, അവർ മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർ പരിച്ഛേദന ഏൽക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ പരിച്ഛേദന ഏൽക്കാതെ മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്യാത്ത ആരെയും അതിൽ ചേർക്കത്തില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം അവർക്കില്ല. അതിന്റെ കൂടെ അവർ കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസംഗിച്ചിരുന്നത്. മർക്കോസ് 16:16 പറയുന്ന, അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. മനസ്സിലായോ? ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവരുടെ വേദവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിരുന്ന, കർത്താവ് അവസാനമായിട്ട് അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനകളാ, അലംഘനീയമായ കൽപ്പനകളാ. മത്തായി 28:19-20 പറഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, ഈ കാര്യങ്ങളെല്ലാം അവര് പച്ചലയും കത്രികയും മാതിരി ഫോളോ ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കണം. കാര്യം അവരുടെ കൽപ്പനകൾ, അത് അവർക്ക് അതിൽ ഓപ്ഷണൽ അല്ല. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് കർത്താവിന്റെ 2ാം വരവും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനവുമാണ്. അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കും എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിനു മുൻപായിട്ട് കർത്താവ് മടങ്ങി വരും. ഈ നിൽക്കുന്നവരിൽ പലരും മരണം ആസ്വദിക്കുന്നതിന് മുമ്പ് കർത്താവ് മടങ്ങി വരും. നിങ്ങള് ജീവനോട് സ്വർഗരാജ്യത്തിലേക്ക് കടക്കും. അത്ര ഒരു അഷ്വേർഡ് പ്രോഗ്രാമിൽ അവരായിരിക്കുന്നത്. അവരുടെ ആരാധനാലയം എന്ന് പറയുന്നത് സിനഗോഗ് ഒന്നുമല്ല. അവിടെ ഒരു സിനഗോഗിന്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നുള്ള അഷുറൻസ് കർത്താവ് വായ്മൊഴിയായിട്ട് അവരോട് പറഞ്ഞിരിക്കുക. അതിനിടയ്ക്ക് അവര് അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ പോയി ആരാധന കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുരോഹിതൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രീസ്ലി ഹൈറാർക്കി ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനൊന്നും അവർക്കില്ല. അവിടെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, അതായത് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതാ കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത്ര ഇമ്പോർട്ടന്റ് ആ സ്നാനം. ഇവിടെ യാഗം എന്ന് പറഞ്ഞൊരു സംഗതി മാറിപ്പോയിരിക്കുക. നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരും ആടുകളെ യാഗം കഴിപ്പിക്കുന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പൊ അവിടെ യാഗമോ പ്രീസ്ലി ആ ഒരു ഹൈറാർക്കി ഒന്നുമില്ല. അവിടെ അതിന് പകരമാണ് മാനസാന്തരവും സ്നാനവും. ആ ഒരു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, അവരുടെ എല്ലാം പ്രത്യാശ കർത്താവിന്റെ 2ാം വരവും കിങ്ഡവുമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് ഭൂമിയിലാകുന്നതാണ് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ആ കിങ്ഡം ഭൂമിയിലാകുന്നതാണ്. അതാണ് അവർ കാത്തിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാത്തിരിപ്പല്ല, അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്. നീ എഴുന്നേറ്റ് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നടക്കാം, എഴുന്നേറ്റ് നോക്കുക, നിന്റെ കണ്ണെത്തുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരും, നിനക്ക് നിന്റെ സന്തതിയും നീ അതിൽ വസിക്കും.
ഒരു രാജാവ് അതിനെ നിത്യം നീതിയോടെ വാഴും. ഒരു കല്ല് കൈ തൊടാതെ പറഞ്ഞു വന്ന് ആ ഭരണകൂടങ്ങളെ മുഴുവൻ അടിക്കുകയും അതൊരു മഹാപർവ്വതമായി തീരുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അതൊരു ശാശ്വത വാഗ്ദത്തമാണ്. ദൈവം രാജാവായിട്ട് ലോകത്തിൽ വാഴുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി അവർ ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായിട്ട് കാത്തിരിക്കുക. അതാ അബ്രഹാമൊക്കെ കാത്തിരുന്നത്. അവർ സ്വർഗീയമായതിനെ തന്നെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരിപ്പാണ് ഇവിടെ അവർ പ്രസംഗിക്കുന്നത്. അത് അവരുടെ കാലത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ത്രിൽഡ് ആയിരിക്കുന്നതെന്ന് അറിയാമോ അവർ? കാര്യം ആയിരക്കണക്കിന് വർഷമായിട്ട് അവരുടെ പിതാക്കന്മാര് കാത്തിരുന്ന വാഗ്ദത്തം അവരുടെ ജീവിതകാലത്ത് അവരതിൽ നടന്നു കയറാൻ പോവുക എന്ന് പറയുന്ന അത്ര ഭയങ്കര ഒരു സംഗതിയിൽ അവരായിരിക്കുന്നത്. ഇവിടെ പരിച്ഛേദന ചെയ്തു കഴിഞ്ഞാൽ ജാതികൾക്ക് കൂടെ കൂടി വരാൻ കഴിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാനായിട്ടിടയായി. മനസ്സിലായോ? ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പരിച്ഛേദനയോടെ ചെയ്തു കഴിഞ്ഞാൽ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ജാതികൾക്കൊക്കെ ഇതിലേക്ക് വരാൻ പറ്റും. മറ്റേ അവർക്കൊരു സർട്ടൺ ലൈൻ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല, അതിന്റെ അപ്പുറത്ത് നോക്കാനേ പറ്റത്തുള്ളൂ. അൺലെസ് ഹി ബിക്കം എ ജൂയിഷ് പ്രോസലൈറ്റ്. കംപ്ലീറ്റ് ആ ഒരു യഹൂദ മതാനുസാരി ആകുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് മുഴുവനും ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അവന് യഹൂദ മതാനുസാരിയായി ഏക സത്യ ദൈവ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവർക്ക് യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന എല്ലാവർക്കും പരിച്ഛേദന ചെയ്ത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കഴിഞ്ഞാൽ കൂടി വന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് തിരുവത്താഴത്തിൽ കൂടി പാടി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ അന്ത്യോക്യയിലെ കാര്യങ്ങൾ വന്നിരിക്കുക. ഇവിടെ അങ്ങനെ ദേവാലയമോ സിനഗോഗോ ഒന്നുമല്ല. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന് പ്രകാരം അവർ കൂടിയിരിക്കുന്നതാ. എന്നാൽ പരിച്ഛേദന ചെയ്ത ജാതികൾ കൂടെ കൂടി വരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ വിഷയങ്ങളായിരിക്കുന്നത്. എന്നാൽ AD 45 ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു ജെറുസലേം കൗൺസിൽ കൂടുവാനായിട്ടിടയായി. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ ജാതികളെ പരിച്ഛേദനയിൽ നിന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യിക്കുകയാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല, അത് വേവ് ഓഫ് ചെയ്യുക. അവർക്ക് പരിച്ഛേദന ചെയ്യേണ്ട ആവശ്യമില്ല. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് പരിച്ഛേദന ചെയ്യേണ്ട ആവശ്യമില്ല. അവർ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട് അതിൽ നിന്ന് അവരെ എക്സംപ്റ്റ് ചെയ്തിരിക്കുക. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഗ്രഹ മാലിന്യങ്ങൾ വിട്ട് ഒഴിഞ്ഞിരിക്കണം. പരസംഗം ചെയ്യരുത്, ശ്വാസം മുട്ടിച്ച് കൊന്നതിനെ ഒന്നും കഴിക്കരുത്, രക്തത്തോടു കൂടി ഒന്നും കഴിക്കരുത്. ഈ ഒരു 4 കാര്യമാണ് അവര് പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത്. ബാക്കി ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ എക്സംപ്റ്റ് ചെയ്തേക്കുക. വിഗ്രഹ മാലിന്യങ്ങൾ എന്ന് പറയാൻ കാര്യം വിഗ്രഹത്തെ പോയി പൂജിക്കുക മാത്രമല്ല. അവിടെ ഒരു വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ എന്താ പറയുന്നത് നെറികെട്ട പ്രവൃത്തികളും അവിടെ ഉണ്ട്. വ്യഭിചാരവും ദേവദാസിമാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ ഒരു വിഗ്രഹ ആരാധന നടക്കുന്ന സ്ഥലങ്ങൾ. ബലിയും മനുഷ്യരെ കുഞ്ഞുങ്ങളെ വരെ ബലി കഴിപ്പിക്കുന്ന ആരാധന വരെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വിഗ്രഹം വിട്ട് ഒഴിഞ്ഞിരിക്കണം എന്നല്ല, വിഗ്രഹ മാലിന്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സംഗതികളും വിട്ട് മാറിയിരിക്കണം. നിങ്ങളൊരു ക്രിസ്ത്യാനിയായി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംഗതികളെല്ലാം വിട്ടുകളയണമെന്ന് പറയുക. പരസംഗം അത് അവർക്ക് വലിയ പ്രശ്നമല്ലായിരുന്നു, അത് വിട്ടുകളയണമെന്ന് പറയുക. ശ്വാസം മുട്ടിച്ച് ഒന്നിനെയും കൊന്നതിനെ കഴിക്കരുത്, രക്തം ഉള്ളിലിരിക്കുന്ന ഒന്നിനെയും കഴിക്കരുത്. ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞിരുന്നത്. ബാക്കി കർത്താവ് അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക, അതുപോലെ തന്നെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ വരെ സ്നാനം കഴിപ്പിക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ ഏത് ജാതികൾക്കും അവിടെ കൂടി വരുവാനായിട്ട് കഴിയുമായിരുന്നു. ഇതാണ് അവരോട് പറഞ്ഞിരുന്ന ഉപദേശങ്ങൾ. ഇവിടെ ഞാൻ ആ ഭാഗം ഒന്ന് കാണിക്കാം. ഇവിടെ നിന്നും ആ ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാം. അതായത് അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഈ കാര്യം ഒന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ ജാതികളിൽ നിന്ന്, എങ്ങനെ ഇതാരോടാ പറയുന്നതെന്ന് അറിയാമോ? ജാതികളിൽ നിന്ന് ഒത്തിരി പേര് ഈ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി. ആ ജാതികളിൽ നിന്ന് വന്നവർ എന്ത് സ്വീകരിക്കണം? യഹൂദന്മാർ ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർ ഇത് ചെയ്യലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജാതികളിൽ നിന്ന് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നവർ എന്ത് ചെയ്യണമെന്ന് പറയുക. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർക്ക് എന്ത് ചെയ്യണം? അവർ വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, ശ്വാസം മുട്ടി ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ
നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇത് യാക്കോബ് അപ്പോസ്തലൻ അഭിപ്രായപ്പെടുകയും അതിനെ അവരെ പാസ്സാക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഈ വിഷയമാണ് അവരെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരാധന നടക്കും, അവർക്ക് ഒന്നിച്ച് ചേർന്ന് ആരാധിക്കുവാനായിട്ട് കഴിയും. ഇവരെയാണ് ക്രൈസ്റ്റിയൻസ് എന്ന് വിളിച്ചിരുന്നത്. കാര്യം യേശു ക്രിസ്തുവാണ് അവർക്കെല്ലാം. ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്ത് 12 ശിഷ്യന്മാരോ അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലോക്സ് യഹൂദന്മാർ ചെയ്തിരുന്ന പോലൊന്നും ഇവർക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് പരിശുദ്ധ ആത്മാവ് ഇവരെ വിളിച്ച് വേർതിരിക്കുന്നത്. ആരെ? പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധ ആത്മാവിനാൽ അവിടെ ആലോചന അറിയിക്കുകയും അങ്ങനെ അവിടെ നിന്ന് വേർതിരിക്കുക. എന്തിനാ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കുന്നത്? ഇവര് ക്രിസ്ത്യാനികളായില്ലേ? ഇവർ യേശു ക്രിസ്തുവിനെ അല്ലേ ഫോളോ ചെയ്യുന്നത്? ഇവര് കർത്താവ് പറഞ്ഞ അലംഘനീയമായ കൽപ്പനയല്ലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി എന്തിനാ വേർതിരിക്കുന്നത്? അതാണ് നമുക്ക് മിസ്സായിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ പോകണമായിരുന്നു. അതിലേക്ക് പരിശുദ്ധ ആത്മാവ് നയിക്കുക. ഈ യഹൂദന്മാരിൽ നിന്നും ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ചെറിയ കൂട്ടം. അവരാണ് യേശു ക്രിസ്തുവിനെ മശിയായിട്ട് അംഗീകരിച്ച ഗ്രൂപ്പ്. അതിൽ നിന്നും അടുത്ത ഒരു തലത്തിലേക്ക് അവരെത്തി. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരിലേക്കും ആ രക്ഷ പോകുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. നമ്മൾ അവിടെ അങ്ങ് കൂടി. എന്നാൽ അവിടെ നിന്നും പരിശുദ്ധ ആത്മാവ് വിളിച്ച് അടുത്ത ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ ഒരു കാര്യം അത് സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു പദ്ധതിയാണ്. ആ ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധ ആത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കുക. അതാണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നാം അതിലേക്ക് പോകണമായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തു, നമ്മൾ അതിലേക്ക് പോയില്ല. അതിന് താഴെ എവിടെ എത്തിയോ, പോളും ബർന്നബാസും ഒക്കെ അന്ത്യോക്യയിൽ പ്രസംഗിച്ചിരുന്ന ആ സ്ഥലത്ത് അവിടെ കുറ്റിയടിച്ച് കൊടി നാട്ടി, ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു. അവിടെയാണ് കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയത്. എവിടെ ചാൻസ് കിട്ടുന്നോ, എവിടെ നമ്മളെ ക്രൂശിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ കഴിയുന്നുവെന്ന് പഴുത് നോക്കി 4 വിരൽ ദൂരത്തിൽ നിൽക്കുന്ന ആളാണ് സാത്താൻ. അവൻ ഏത് സമയത്ത് നമ്മളെ പിടിക്കാം എന്ന് കരുതി വളരെ തക്കം പാർത്തിരിക്കുന്ന ഒരു പ്രതിയോഗിയാണ് സാത്താൻ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകല്ല. ഇവിടെ വേറെ ആരുമല്ല പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവ് അവിടെ നിന്നും വിളിച്ച് അടുത്ത ഒരു തലത്തിലേക്ക് അവരെ നയിക്കുകയാണ്. ആ തലം എന്താണെന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിട്ട് സ്വർഗീയ പ്രത്യാശയിൽ ഇന്ന് സന്തോഷിച്ച് റാപ്ചർ കാത്തിരുന്നേനെ. നമ്മൾ അത് പോകാഞ്ഞത് കൊണ്ടാണ് അതിന്റെ താഴത്തെ തട്ടിൽ നാം അതിന്റെ ആ താഴത്തെ ലെവലിൽ നിന്നു പോയത്. എങ്ങനെ ഞാനിത് പറഞ്ഞു മനസ്സിലാക്കുന്നേ? എവറസ്റ്റിലേക്ക് ഒരാൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ എവറസ്റ്റിന്റെ കൊടുമുടിയുടെ മുകളിൽ എത്താനായിട്ട് ഏകദേശം ഒരു 250 അല്ലെന്നുണ്ടെങ്കിൽ 500 മീറ്റർ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് വളരെ അവിടെ ചെന്ന് നിൽക്കാനും അവിടെ കൊടി നാട്ടാനും ഒക്കെ സൗകര്യമായിട്ടൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവർ മേപ്പോട്ട് നോക്കിയപ്പോൾ പുകമടലും കാരണം ഒന്നും കണ്ടില്ല. എന്താണ് അതിന്റെ മേലിൽ ഇനി എന്തോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ച് ഇത് നമ്മൾ എവറസ്റ്റിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടി നാട്ടി അവിടെ കുറ്റിയടിച്ചു. അതിനെയാണ് നമ്മൾ എവറസ്റ്റിന്റെ ടോപ്പിൽ എത്തിയെന്ന് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി അവിടുന്ന് വീണ്ടും ഒരു 500 മീറ്ററൂടെ കയറാനുണ്ടായിരുന്നു. അവിടേക്ക് പോയില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. നിങ്ങൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ ആശിക്കുക. പരിശുദ്ധ ആത്മാവിനാൽ അവരെ വിളിച്ച് ആ സഭയിൽ നിന്നും അടുത്ത ഒരു തലത്തിലേക്ക് നയിച്ച് സ്വർഗീയ ദർശനങ്ങൾ കാണിച്ച് സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവിക പദ്ധതി എന്താണ്, ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് കാണിച്ച് അതിലൂടെ ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. അതാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആരംഭിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ അവര് അന്ന് രാത്രിയിൽ അവിടെ ഒരു വലിയ സംഹാരദൂതൻ ഉണ്ടായി. അവര് സംഹാരം നടക്കുകയും അവിടെ വലിയ അത്ഭുതം അവർ കാണുക. അവരുടെ ഭവനത്തിൽ മാത്രം ആരും മരിച്ചിട്ടില്ല. അവര് ബാക്കിയുള്ള എല്ലാ വീട്ടുകളിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും മരിച്ചിരിക്കുക. ആ വലിയൊരു സംഹാരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവര് അവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുക. യാത്ര തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവര് ചെങ്കടലിന്റെ മുന്നിലെത്തി. വലിയ പ്രതിസന്ധിയാ. എങ്ങനെയാ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്? പുറകെ ചെങ്കടലിന്റെ പുറകിൽ ഫറവോനും സൈന്യവും വന്നുകൊണ്ടിരിക്കുക. മുന്നിൽ ചെങ്കടൽ. എങ്ങോട്ട് പോകും? വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ആ ചെങ്കടൽ പിളർക്കുക. അങ്ങനെ അവർ പാടി സ്തുതിച്ച് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ച് അക്കരെ കടക്കുക. ഫറവോനും സൈന്യവും വെള്ളത്തിൽ മുങ്ങിപ്പോവുക. അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം. വലിയ അത്ഭുതം നമ്മൾ കണ്ടില്ലേ?
ചെങ്കടൽ നമ്മുടെ മുന്നിൽ തുറക്കുന്നത് നമ്മൾ കണ്ടില്ലേ? വലിയ അത്ഭുതം നടന്ന് നമ്മളെ ദൈവം കൈക്ക് പിടിച്ച് ഇപ്പുറത്ത് എത്തിച്ചിരിക്കുകയാണ്, ഇക്കരെ കരയിൽ. ഇതാണ് ദൈവം നമുക്ക് തരാൻ പോകുന്ന ദേശം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറ്റിയടിച്ച് കൊടി നാട്ടി ചിലരൊക്കെ. അപ്പോഴും കുറെ പേര് പറയുന്നുണ്ട്, അല്ലല്ലല്ല, ഇതല്ല, നമുക്ക് ഇനിയും പോകാനുണ്ട്, ഇത് ദൈവം നമ്മളെ നടത്തുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ കുറെ പേര് അവിടെ കൂടി. അവിടെ നിന്ന് കുറച്ച് ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ക്രിസ്ത്യാനിറ്റിയെ എവിടെ തളച്ചു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയുക. അവിടെ നിന്ന് അവർ വീണ്ടും പോയി കഴിഞ്ഞപ്പോഴത്തേന് മന്ന, അവർക്ക് ആഹാരം വേണം, മന്ന വീഴുക. അപ്പൊ ദൈവത്തിന്റെ ആഹാരം ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിക്കുക. ഇതിനാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ഈ ദേശത്ത് നമുക്ക് ദൈവത്തിന് ഒരു ആരാധനാലയം പണിത് നമുക്ക് ഇവിടെ കൂടാമെന്ന് പറഞ്ഞ് കുറെ പേര് അവിടെ കൂടുക. അവിടെ നിന്നും കുറച്ചു പേര് വീണ്ടും പോവുക. ഇതല്ല, അതിന്റെ അപ്പുറത്ത് വേറൊരു തലമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവർക്ക് കാടപ്പക്ഷിയെ കിട്ടുന്നത്. കാടപ്പക്ഷി കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് കുറെ പേര് പറഞ്ഞു, നമുക്ക് ആഹാരമായി, ഇറച്ചിയായി, അപ്പമായി, നമുക്കെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളോട് കൂടണമെന്ന് പറഞ്ഞ് കുറെ പേര് അവിടെ കൂടി. അത് കഴിഞ്ഞപ്പോൾ മാറായിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കുടിക്കാൻ കിട്ടി. അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ കൂടാം. പക്ഷെ അവർക്ക് അറിയാം, ഇതൊന്നും അല്ല നമ്മുടെ വാഗ്ദത്ത ദേശം. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവമാ. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളതുള്ളൂ. ഇതൊക്കെ ദൈവത്തിന്റെ പ്രൊവിഷൻസ് ആണ്. തന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രൊവിഷൻസാ. ഇവിടെ അല്ല നമ്മുടെ വാഗ്ദത്ത ദേശം, നമുക്ക് ഇനിയും പോകണം. അങ്ങനെ പോകുമ്പോഴാണ് സീനായിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ദൈവം ഇറങ്ങി വരികയും അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുക്കുക. അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ പള്ളി പണിയാം. ദൈവം ഇറങ്ങി വന്നു, ഇവിടെ നമുക്ക് കൽപ്പനകൾ ലഭിച്ചു, ഇവിടെ ദൈവം നമ്മളെ കൊണ്ടുവന്നാക്കി, ഇതാണ് നമുക്കുള്ള ദേശം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ കൂടാം. പക്ഷെ അവിടെ കൂടിയാൽ നിങ്ങൾ അവിടെ തങ്ങിപ്പോ, നിങ്ങൾ വാഗ്ദത്ത കനാനിൽ എത്തത്തില്ല. അവിടുന്ന് വീണ്ടും പോയി അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് പറയാം, കനാൻ ദേശത്തിന്റെ ഇപ്പുറത്ത് യോർദാൻ കടന്ന് അപ്പുറത്ത് കടക്കണം. ആ യോർദാന്റെ ഇക്കരെ വന്നു കഴിഞ്ഞപ്പോഴും രണ്ട് ഗോത്രം വീണ്ടും മോശയുടെ അടുക്കൽ ചെന്നു. ഗാദ്യരും റൂബേന്യരും, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അവർക്കത് കൊടുക്കേണ്ടതായിട്ട് വന്നു നിർബന്ധം. കാരണം അവിടെ ദൈവം കൊടുത്ത പ്രദേശം അല്ലാതെ, അതിന്റെ ആ കനാൻ കഴിഞ്ഞ് അപ്പുറത്ത് ചെല്ലണം, ആ ജോർദാൻ കഴിഞ്ഞ് അപ്പുറത്ത് ചെല്ലണം. അതാ നിങ്ങളുടെ വാഗ്ദത്ത ദേശം. അവിടെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകും, കാര്യം ശരിയാ. പക്ഷെ അവിടെ ചെല്ലണം. ഈ യോർദാന്റെ ഇക്കരെ റൂബേന്യരും ഗാദ്യരും കൂടിയതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ അന്ത്യോക്യയിൽ വെച്ച് അവിടെ കുറ്റിയടിച്ച് കൊടി നാട്ടേണ്ടുന്ന സ്ഥലമായിരുന്നില്ല. ഞാൻ പറയുന്നതിന്റെ താല്പര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ത്യോക്യയിൽ നിന്നും ദൈവം പരിശുദ്ധാത്മാവാൻ, ദൈവം സഭയെ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നത് അടുത്തൊരു വലിയ റെവലേഷൻ കാണിച്ച് അവരിൽ കൂടെ ഒരു സ്വർഗീയ പദ്ധതി തുറക്കുക. അന്ത്യോക്യയും അടുത്ത പ്രദേശങ്ങൾ മുഴുവനും അന്ന് വരെ ഫോളോ ചെയ്തിരുന്നത് വിട്ടിട്ട് പൗൽ പറയുന്ന ആ വിശ്വാസത്തിലേക്ക് വരണം. പക്ഷെന്നുണ്ടെങ്കിൽ അന്ത്യോക്യയിൽ നിന്നും ആരംഭിച്ച അത് ലോകം മുഴുവനും പടരുകയും ഈ റോമ സാമ്രാജ്യം മുഴുവനും ആ ഒരു വിശ്വാസം പരത്തുകയും അവരുടെ ഇടയിൽ ആ കാര്യങ്ങൾ വളരെ വേരുറക്കുകയും ചെയ്യുവാനായിട്ടിടയായി. അതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസം എന്നറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് സഭാ പിതാക്കന്മാരെല്ലാം എഴുന്നേറ്റ് ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്. എന്നാൽ പാരലായിട്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ മർമ്മമായിരുന്ന സ്വർഗീയ രഹസ്യം. അതിനുവേണ്ടി ഒരാളെ ദൈവം വിളിച്ച് ഒരാളിൽ കൂടി ലോകത്തെ അറിയിക്കുക. എന്നാൽ ഒരാളിൽ കൂടെ ആരംഭിച്ച പദ്ധതിക്കെതിരായിട്ട് 10,000-ങ്ങളെ എഴുന്നേൽപ്പിച്ച് അതിനെതിരായിട്ട് വേറെ പദ്ധതി സ്ട്രോങ് ആയിട്ട് ഇവിടെ വളർത്തി അവരെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി. അവർക്ക് യാതൊരു വിധത്തിലും സംശയം വരാത്ത രീതിയിൽ യേശു ക്രിസ്തുവിനെ അവരും പ്രസംഗിക്കുന്നത്. അവരുടെ കൽപ്പനകൾ, അവർക്ക് ആ രാജ്യത്തുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നേരിടാൻ പാകത്തിന് ഭരണകര രീതിയിലൊക്കെ അവരുടെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ നിയമിച്ച് കാര്യങ്ങൾ ആ രീതിയിൽ മാറ്റിക്കൊണ്ടുപോകാം. വളരെ ലെജിറ്റിമേറ്റാ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും സംശയം തോന്നത്തില്ല. ഭയങ്കര ക്രെഡിബിൾ ആണ്. ഇതിന്റെ അടുത്ത ഒരു തലം ഉണ്ടായിരുന്നു. ആ തലം നമ്മൾ മനസ്സിലാക്കാതെ പോയി. അവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇത്രയും ഈ തൊണ്ട കീറി ഈ കാര്യങ്ങൾ പറയേണ്ടതിന്റെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. അത് അവര് അന്ന് പരിശുദ്ധാത്മാവിനാൽ നടത്തിയ ആ ഒരു ദൈവിക പദ്ധതിയിലേക്ക് അവരെല്ലാവരും പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ക്രിസ്ത്യാനിറ്റിയുടെ അടുത്ത തലത്തിലേക്ക് അവർ കയറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷയം വളരെ ക്ലിയർ ആയിട്ട് ലോകത്തിന് അറിയാമായിരുന്നു. ഇന്ന് 2000 വർഷമായിട്ട് ജനത്തിന് ഇത് അറിയാത്തതിന്റെ കാര്യം, ക്രൂശ് പ്രസിദ്ധമാകല്, ക്രൂശിന്റെ മഹത്വം ജനം മനസ്സിലാക്കരുത്. Had they known it, they would not have crucified the Lord of glory എന്ന് പറയുന്ന സാത്താൻ, അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ക്രൂശിൽ യേശു ക്രിസ്തുവിനെ, തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് പറയുന്ന സാത്താൻ
കർത്താവിൽ കൂടെയുള്ള ആ ക്രൂശിന്റെ മഹത്വം വെളിപ്പെടരുതെന്ന് എല്ലാ നിലയിലും അതിനുവേണ്ടി ആരെയും തലയും മുറുക്കി പോരാടിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു റിലീജിയൻ തന്നാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. കാര്യം മഹിമ കണ്ട സാക്ഷികളാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നവർ അവരെ ആ രീതിയിൽ തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ നടന്ന പന്തിരുവരിൽ ഒരുത്തിനെ തെറ്റിക്കാൻ കഴിയുന്ന സാത്താനാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് കൊടുത്ത് അവരെ ഒതുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ അവരെ കൺട്രോൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ അടുത്ത തലം എന്തായിരുന്നു? പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ട സ്വർഗത്തിൽ മർമ്മമായിരുന്ന സ്വർഗീയ പദ്ധതി എന്തായിരുന്നു എന്ന് വെളിപ്പെട്ടുവെങ്കിലും അതിനെ ഹോൾ ഹാർട്ടഡ്ലി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. പോളിന്റെ കാലഘട്ടത്തിൽ തന്നെ അതിനെതിരായിട്ട് ഒത്തിരി പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പോൾ വളരെ കഷ്ടപ്പെട്ടാണ് 25-30 വർഷം കൊണ്ട് താൻ അനുഭവിച്ച കഷ്ടങ്ങൾ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തന്റെ കാലഘട്ടത്തിൽ തന്നെ താൻ ശുശ്രൂഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. കൊടിയ ചെന്നായ്ക്കൾ ഇവരുടെ ഇടയിൽ കടക്കും. നിങ്ങളുടെ ഇടയിൽ തന്നെ വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന നേതാക്കന്മാർ എഴുന്നേൽക്കും. നിങ്ങളുടെ ഇടയിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരും. ഒത്തിരി ദുരുപദേശങ്ങൾ കടത്തി. പോൾ പറയുന്നത് ആസിയക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി. 20 വർഷം രാപ്പകലില്ലാതെ അധ്വാനിച്ച ദേശം ആസിയ എന്ന് പറയുന്നത്. ഉമനയോസും ഹർമനഗോസും ഒക്കെ ആ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ നമുക്കെതിരെ ഒത്തിരി പ്രവർത്തിച്ചു, ഒത്തിരി ദ്രോഹം ചെയ്തു. ഒത്തിരി പേരെ കൂടെ നടന്നവർ വരെ വിട്ടേച്ച് പോകാനായിട്ട് ഇടയായി. ഇതൊരു സിമ്പിൾ മാർഗമല്ല. ഇതിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്ന പദ്ധതി, ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം ഉറച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമ്മളെ വീഴ്ത്തി കളയാവുന്ന ഒരു പദ്ധതിയാണ്. ഒരിക്കലും നമുക്ക് ഇതിന് പകരം തരുന്നത് എന്തെങ്കിലും കൊള്ളരുതാത്ത ഉപദേശമായിരിക്കത്തില്ല. നമുക്കൊരിക്കലും സംശയം വരാത്ത രീതിയിലുള്ള ഒരു വലിയ സെറ്റപ്പും ഭയങ്കര ബിഷപ്പും കർദിനാൾമാരും ഒക്കെ ഉള്ള അതുപോലത്തെ ഒരു ഉപദേശമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നെ തെറ്റിദ്ധരിക്കല്, ഞാൻ സത്യം എങ്ങനെ നിങ്ങളുടെ മനസ്സിലൊന്ന് എത്തിക്കാൻ പറ്റും എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. അതിനുശേഷം ആ ദേശം മുഴുവനും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരംഭിച്ച ആ റോമൻ സാമ്രാജ്യം മുഴുവനും അത് പടരുവാനായിട്ടും വളരെ ശക്തമായിട്ട് ആ ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസം നമുക്ക് വിചാരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പിതാക്കന്മാരൊക്കെ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞ്, നല്ല കാര്യങ്ങൾ തന്നെ എല്ലാവരും പറഞ്ഞു. പക്ഷെ അതിനടുത്ത ഒരു തലമുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ വിളിച്ചത് ചുമ്മാതെ ഒരു ടൂർ പോകാൻ വിളിച്ചതല്ല, അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു സിമ്പിൾ തലമല്ല, ഉലക സ്ഥാപനം മുതലേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയുടെ ഓപ്പണിംഗ് നടക്കുക. അതാണ് ഗലാത്യ സഭകൾ മുഴുവനും പ്രസംഗിക്കുന്നത്. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സഭകൾ ഗലാത്യ സഭകളാണെന്ന് ഞാൻ പറയാൻ കാര്യം. അവിടെ തുടങ്ങുന്ന സഭകൾ ഗലാത്യയിലെ സഭകളിൽ കൂടെ നമ്മൾ ഈ 13-ാമത്തെ അധ്യായം 14-ാം അധ്യായത്തിലേക്ക് കയറുമ്പോഴത്തേനും നമുക്ക് അതിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. ആ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാർക്ക് യെരുശലേമിൽ വെച്ചോ യഹൂദിയ ദേശത്ത് വെച്ചോ അവർ ശുശ്രൂഷിച്ച ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ അവരെ ആരും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് പോളിനെയും ബർന്നബാസിനെയും ഒക്കെ ചേർന്ന് അവർ ആരാധിച്ചിരുന്നതും ആ അന്ത്യോക്യയിൽ വെച്ച് ആരാധിച്ചിരുന്ന ആ ഒരു വിശ്വാസമാണ്. അവിടെ അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. അവിടെ നിന്നും അടുത്ത തലത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് വിളിച്ച് വേർതിരിക്കുക. ആ വിളി എന്തിനായിരുന്നു? അതിൽ കൂടെ എന്താണ് വേർതിരിച്ചതെന്നാണ് 13 ലേഖനങ്ങളിൽ കൂടി പോൾ എഴുതാൻ തുടങ്ങിയത്. ആ 13 ലേഖനങ്ങളിൽ കൂടിയാണ് ആ വിളിയുടെ മാഹാത്മ്യം എന്തുവാണെന്ന് എഴുതിയിരിക്കുന്നത്. അത് ഈ പറയുന്ന കിങ്ഡം പ്രോഗ്രാം അല്ല. നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടാൻ പോകുന്നു. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടാൻ പോകുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതായിരിക്കണമായിരുന്നു ആക്ച്വലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ താഴത്തെ ഒരു തലത്തിൽ നമ്മളെ ഒതുക്കി കളഞ്ഞു. സത്യം എന്താണെന്ന് കാണാൻ എവറസ്റ്റിന്റെ കൊടുമുടിയിൽ കയറാൻ നമ്മളെ അനുവദിച്ചില്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തൽക്കാലം അത് അവിടെ വിടുകയാണ്. ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തുടർമാനമായിട്ടുള്ള ചിന്തയിലേക്ക് വരാം. 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അധികം ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വരികയാണ്. 27-ാമത്തെ വാക്യം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ചേർന്ന് വായിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്. 27-ാമത്തെ വാക്യം. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. യെരുശലേമിൽ നിന്ന്
ആ കാലത്ത് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും എന്ന ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. ഒരു വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു, ഒരു വലിയ ക്ഷാമം നിങ്ങൾ അതുകൊണ്ട് ഭാരപ്പെടാൻ പോകുന്നുവെന്ന് പ്രസംഗിക്കുകയും അവിടെ അങ്ങനെ മഹാക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധ ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അടുത്ത വാക്യം, അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. ഇവിടെ അന്ത്യോക്യയാണ്, സിറിയയാണ്. അന്ത്യോക്യയിലെ സഭ അവിടുത്തെ ഓരോരുത്തരും സ്തോത്രകാഴ്ചയും ഫണ്ട് പിരിവും സംഭാവനയും ഒക്കെ എടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ. എവിടത്തേക്ക്? യഹൂദിയയിലേക്ക്, യെരുശലേമിലെ സഭയിലേക്ക് കൊടുത്തയക്കാനായിട്ട് പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ഇതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ബാക്കിയുണ്ടായിരുന്ന ഒരു ഭാഗം. ഇവിടെ പറയുന്നത് യഹൂദിയിലെ സഭയുടെ സഹായത്തിനായിട്ട്, ഉദവിക്കായിട്ട്, അവരുടെ സഹായത്തിനായിട്ട് ഒരു ഫണ്ട് റേസിങ് നടത്തുക. എവിടെ? അന്ത്യോക്യയിലെ സഭയിൽ. ആ ചേർന്ന് അവർക്ക് ആ ഫണ്ട് അവിടുത്തെ കൊടുത്തയച്ചു. കാര്യം അവിടെ ഒരു വലിയ മഹാക്ഷാമം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രവചനമുണ്ടായി. യെരുശലേമിലെ സഭയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുവാൻ അവരുടെ ഒരു അവരുടെ തന്നെ അടുത്തൊരു ചർച്ചാണല്ലോ, അതുകൊണ്ട് അവിടേക്ക് കൊടുത്തയക്കുവാനായിട്ട് ഒരു വലിയ ഫണ്ട് പിരിവ് അവിടെ നടത്തുവാനായിട്ട് ഇടയായി. എന്തിനാ അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ കാശ് കൊടുത്തയക്കണ്ടേ? അവർക്ക് എന്തിനാ ക്ഷാമത്തിന് അവിടെ കാശിന്റെ പ്രശ്നം എന്താ? കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പാപ്പരായിപ്പോയി. അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു. ഇത് ഏകദേശം 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ്. അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു. എന്നാൽ കർത്താവ് വന്നില്ല. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന പുതിയൊരു കാലഘട്ടവും പുതിയൊരു ടൈം പീരീഡും ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് അത് ആരംഭിച്ചു. എന്നാൽ അതിൽ കൂടെ വെളിപ്പാടുകൾ പോളിനും ബർന്നബാസിനും കൊടുക്കുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനാൽ അവരെ വിളിച്ചു വേർതിരിക്കുക. ഇവിടത്തേക്ക് പാപ്പരായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. ആ കാൽക്കൽ വെച്ചിരിക്കുന്നത് കാരണം അവർക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടില്ല. അവർക്കുണ്ടായിരുന്ന വസ്തുവകൾ മുഴുവനും വിറ്റിട്ട് അത് മുഴുവൻ കാര്യം ഒട്ടും മാറ്റി വെക്കാൻ പറ്റത്തില്ല. അല്പം പോലും അവരുടെ പേരിൽ ബാക്കി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബാക്കി വെച്ചത് കൊണ്ടാണ് സഫീറായും അനന്യാസും ഒക്കെ വീണ് മരിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് അവർക്കുള്ളതെല്ലാം വിറ്റിട്ട് ഒന്നും ബാക്കിയില്ല. ബാങ്ക് ബാലൻസ് 0 ആണ്. 5 പൈസയും ബാക്കിയില്ല. എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് അവർക്ക് കിട്ടുന്നതാണ്. അവർക്ക് എല്ലാ ദിവസത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ അതിനുശേഷം അവിടെ ഭയങ്കര റയട്ട് നടക്കുക. എല്ലാവരും അവിടെ ഇവിടെ എല്ലാം ഓടിപ്പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഭയങ്കര ഒരു മഹാക്ഷാമം ഉണ്ടാകുക. ഇവിടെ ബാക്കി അവരുടെ വേറെ അവിടെ ജീവിക്കാനുള്ള മാർഗമില്ല. നമുക്കുള്ളതെല്ലാം നമ്മൾ വിറ്റ് കളഞ്ഞിട്ട് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് 1 വർഷം ചിലപ്പം കിട്ടുമായിരിക്കും, 2 വർഷം കിട്ടുമായിരിക്കും, അല്ലെ 5 വർഷം കിട്ടുമായിരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല. അവിടെ പാപ്പരായി പോയി. പ്രത്യേകിച്ച് അതിന്റെ പുറത്ത് ഇവിടെ ഇപ്പം മഹാക്ഷാമം ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് ഇവിടെ നിന്നും അന്ത്യോക്യയിലെ ആദ്യത്തെ ഫണ്ട് റേസിങ് നടക്കുക. അങ്ങനെ ഫണ്ട് റേസിങ് ചെയ്ത് അവരിവിടേക്ക് കൊടുത്തയക്കുക. ഈ സമയത്താണ് ജനം വന്ന് പത്രോസിനോട് ചോദിക്കുന്നത്. ന്യായമായിട്ട് ഞാൻ അവരെ കുറ്റം പറയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം വിറ്റ് കളഞ്ഞിട്ട് വന്നേക്കുക. പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. പത്രോസിനോട് ഞാൻ ആയിരുന്നുണ്ടെങ്കിൽ, കോഴഞ്ചേരിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ചോദിക്കുക, അച്ഛാ എന്താ പറയുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ, എന്താ കാര്യങ്ങൾ, നമ്മുടെ വസ്തു വിറ്റു, നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നു, നമ്മുടെ ഇപ്പൊ 5 പൈസ ഇല്ല, എന്താ അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾ വന്ന് ചോദിക്കുക പീറ്ററിന്റെ അടുക്കൽ. ഇതുകൊണ്ടാ രണ്ടാമത്തെ പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെ വന്ന് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? നിങ്ങൾ പറഞ്ഞില്ലേ വരും എന്ന് പറഞ്ഞില്ലേ? കർത്താവ് ഈ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. വർഷം ഇപ്പൊ എത്രയായി? എന്തുകൊണ്ടാ വരാഞ്ഞത്? രണ്ടാമത് പറയാ, പിതാക്കന്മാര് നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. നമ്മളൊരു വ്യത്യാസവും കാണുന്നില്ല. നിങ്ങൾ പറയുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, കത്തി അഴിഞ്ഞു പോവും, ആകാശം കത്തി അഴിയും, ഭൂമി അഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക. പിതാക്കന്മാര് നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. കർത്താവ് വരുമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുക. ഈ ചോദ്യം പത്രോസ് അപ്പോസ്തലനോടല്ലാതെ അവർ ആരോടാ ചോദിക്കേണ്ടത്? ന്യായമായിട്ടുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നത്.
പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവര് പ്രസംഗിച്ച, അവര് പ്രസിദ്ധമാക്കിക്കൊണ്ടിരുന്ന, പ്രഘോഷിച്ചുകൊണ്ടിരുന്ന കിങ്ഡം ഗോസ്പൽ, കിങ്ഡം പദ്ധതി ദൈവം ഹോൾഡ് ചെയ്തു. ദൈവം ഒരു പുതിയ പദ്ധതി അതിന് പകരം ഇവിടെ ആരംഭിച്ചു. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിച്ചു. അതിനുവേണ്ടി പൗലോസിനെ വിളിച്ച് വേലയ്ക്കാക്കിയിരിക്കുക. എന്തിനു വേണ്ടി ആക്കിയിരിക്കുന്നു എന്ന് കാണിക്കാൻ പരിശുദ്ധ ആത്മാവിനാൽ തന്നെ വിളിച്ചു വേർതിരിക്കുക. ആ വ്യത്യാസം പത്രോസ് അപ്പോസ്തലനും 12 പേരും അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ അത് മനസ്സിലായിരുന്നില്ല, അവരറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം പോലെ. സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ആ ഇക്വേഷനൊക്കെ പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം പോലാണ്. അതായത് ഇപ്പം നമുക്കൊരു 10 വർഷമേ ആയിട്ടുള്ളൂ, ദൈവത്തിന് 1000 വർഷമായി കഴിഞ്ഞാലേ ഒരു ദിവസം ആകത്തുള്ളൂ. ഇങ്ങനെയുള്ള കാൽക്കുലേഷനും കണക്കുകളും ഒക്കെ പറയാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. ഈ കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ ദോഷം പറഞ്ഞു. ദൈവം നമ്മുടെ അനുഗ്രഹ പദ്ധതികൾ അനിശ്ചിത കാലത്തേക്ക് നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുന്നു മനസ്സിലായി, അത് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തീരും. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യം, അദ്ദേഹത്തിനും ഈ കാര്യം അവിടെ വ്യക്തമായിട്ടില്ല എന്താ നടന്നെന്നുള്ളത്. ഒരു ദിവസം കൊണ്ട് കട്ട് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ തീർക്കുകയല്ലായിരുന്നു. അതൊരു ഒരു ക്രമേണ അത് ഡിമിനിഷ്ഡ് ഓഫ് ആയി തീരുകയാണ് ആ ഒരു ദൈവിക പദ്ധതി. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ഇത് താമസിക്കുന്നില്ല. ചിലരുടെ രക്ഷപ്പെടാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പത്രോസ് അപ്പോസ്തലൻ അവിടെയാണ് ഈ പറയുന്നത്. ഞാൻ അതിനെ ഒന്നും കുറ്റം പറയുകയല്ല. ആ ഒരു ഫാക്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പീറ്റർ പറയാണ്, പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളല്ല. നിങ്ങൾ അവിടെ വായിച്ചു നോക്കിയാൽ കാണാം, ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, നിർമ്മിത കഥകൾ അതല്ല. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാ. മറുരൂപ മലയിൽ കർത്താവിനോടൊപ്പം മോശയും ഏലിയാവും ഒക്കെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ അവന്റെ മഹിമ കണ്ടതാ. ഞങ്ങള് ഗത്സമനയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവന്റെ മഹിമ കണ്ടതാ. അവന്റെ കൂടെ നടന്നവന്, ഞങ്ങൾ അവനെ തൊട്ടിട്ടുള്ളവരാ. ഞങ്ങൾ നിർമ്മിത കഥകളല്ല നിങ്ങളോട് പറയുന്നത്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അവന്റെ വാക്കുകൾക്കും വാഗ്ദത്തങ്ങൾക്കും മാറ്റം വരത്തില്ല. അത് അല്പം കൂടെ താമസിക്കുന്നേ ഉള്ളൂ. ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കണമായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇവിടെയാണ് ഇവർ പാപ്പരായി പോയത്, അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാനുള്ള വഴിയില്ലാതെ പോയത്. ഇതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പോകുന്നിടത്തൊക്കെ അവരോട് പറയുന്നത്, അവർക്ക് ഫണ്ട് റൈസിങ് നടത്തേണ്ട ആവശ്യം വന്ന ഇതുകൊണ്ടാണ്. ഈ ഫണ്ട് റൈസിങ്ങിന്റെ ഒക്കെ ആവശ്യം വരുമായിരുന്നുണ്ടെങ്കിൽ കർത്താവ് അന്നേ ഇവരെ അറിയിച്ചേനെ, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മനസ്സിലാക്കണം എന്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം പൗലോസ് അപ്പോസ്തലനോട് ഇവർ പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാം. അതായത് പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ പൗലോസ് അപ്പോസ്തലനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഗലാത്യയിൽ. അവിടെ പറയാണ്, പത്രോസിന് അതിന്റെ മേലത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം മുതൽ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെ പറയാണ്, നേരെ മറിച്ച് പോൾ പറയാണ്, ഞങ്ങൾ 12 അപ്പോസ്തലന്മാർ ഞങ്ങളെ പഠിപ്പിക്കണമായിരുന്നു, അവർ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുക. അതിന് ശേഷം പറയുക, നേരെ മറിച്ച് കോൺട്രാറി വൈസ്, അതായത് പഠിപ്പിച്ചത് തന്നെയല്ല, പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചത് കൊണ്ട് അവർക്ക് യഹൂദന്മാരെ അറിയിക്കേണ്ടുന്നത് എന്താണെന്ന് അറിയിക്കുവാനായിട്ട് അവരോടുകൂടെ വ്യാപരിച്ചവൻ ജാതികളുടെ അടുക്കൽ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും പത്രോസും, അതായത് കേഫാവും യോഹന്നാനും, ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇതൊക്കെ പ്രസംഗിക്കേണ്ട വിഷയമാണ്, പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ അതുകൂടെ ചേർക്കുന്നില്ല. അടുത്ത വാക്യമാണ് നമുക്ക് പ്രസക്തി. അടുത്ത വാക്യത്തിൽ പറയാ, ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. പോളാണ് ഈ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, യെരുശലേമിലുള്ള ദരിദ്രരെ ഞങ്ങൾ ഓർത്തോണം. നിങ്ങള് ജാതികളുടെ ഇടയിൽ സുവിശേഷം പറയുന്നതും ജാതികളുടെ ഇടയിൽ സഭ സ്ഥാപിക്കുന്നതും ഒക്കെ ശരി, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം. ഏത് ദരിദ്രരെയാ? യെരുശലേമിൽ കുറെ ദരിദ്രരായിട്ടുണ്ട് കുറെ പേര്. എന്ത് കാരണത്താൽ? അവരുടെ ഉള്ളതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് ഈ 12 അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതാ. അവർ ദരിദ്രരായി പോയി. അവരെ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു.
അന്ന് പൗലോസ് അപ്പോസ്തലൻ തലകുലുക്കി, ശരി, ഞങ്ങൾ ലാവോളം ഞങ്ങളൊന്ന് ഉത്സാഹിക്കാമെന്ന്. ഇതുകൊണ്ടാ കൊരിന്തിലെ സഭയിൽ പിരിവെടുക്കുന്നത്. ഇതുകൊണ്ടാ മക്കതോനിയയിലെ സഭയിൽ നിന്ന് ധനശേഖരണം നടത്തുന്നത്. അവിടെ എല്ലാം ധനശേഖരണം നടത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് യെരുശലേമിലേക്ക് വരുന്നത് ഇവർക്ക് ഈ കാര്യത്താൽ കൊടുക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ പോളിന് അവിടെ കാറ് മേടിക്കാനും വീട് മേടിക്കാനും ഒന്നും അല്ല ഈ ഈ ദശാംശവും ഈ ധനശേഖരണവും ഒക്കെ അവിടെ നടത്തുന്നത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്റെ വിഷയം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഒരു ഭയങ്കര ക്ഷാമം ഉണ്ടാവുകയും ആദ്യത്തെ ഫണ്ട് പിരിവ് തന്നെ സിറിയയിലെ ഈ ഈ അന്ത്യോക്യയിലെ സഭയിൽ നിന്നും അവിടെ നിന്നൊരു സ്തോത്ര കാഴ്ചയും അവിടെ നിന്നൊരു പിരിവും ഒക്കെ എടുത്ത് ഇവരെ സഹായിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടുന്ന് ജെറുസലേം റിവോൾട്ട്, അവിടെ ഒരു ഭയങ്കര യെരുശലേം യുദ്ധം ആരംഭിക്കുവാനായിട്ടിടയായി. AD 60-കളിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന്, 65-ലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് കാണാം ആ ജെറുസലേം റിവോൾട്ട് അവിടെ ആരംഭിക്കുവാനായിട്ടിടയായി. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലനും യോഹന്നാനും യാക്കോബും ഒക്കെ അവിടുന്ന് ഓടിപ്പോകുന്നത്. യാക്കോബ് എന്ന് പറയുന്നത് ഈ 12 ശിഷ്യന്മാരിലെ യാക്കോബ് അല്ല. അത് അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കും. 12-ാമത്തെ അധ്യായത്തിൽ ഹെരോദാവ് ആ യാക്കോബിന്റെ കഴുത്ത് വെട്ടി കൊന്നുകളയുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവിന്റെ സഹോദരനായിരുന്ന യാക്കോബ്, അദ്ദേഹവും എല്ലാം ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവരെല്ലാം ഓടിപ്പോയി സെറ്റിൽ ആകുന്നത് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ടർക്കിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി സെറ്റിൽ ആയത്. പത്രോസ് അപ്പോസ്തലൻ പോയി സെറ്റിൽ ആയത് അവിടെയാണ്. അതിനാണ് ബിദുന്യ, പൊന്തോസ്, കപ്പദോക്കിയ, ഗലാത്തിയ, ആസിയ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ടർക്കിയിലെ പ്രധാന സ്ഥലങ്ങളാണ്. ബിദുന്യ, കപ്പദോക്കിയ, അതുപോലെ തന്നെ ഗലാത്തിയ, പൊന്തോസ്, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പത്രോസ് അപ്പോസ്തലൻ പോയി സെറ്റിൽ ആയത്. യോഹന്നാൻ പോയി സെറ്റിൽ ആയത് എഫെസോസിലാണ്. യോഹന്നാന്റെ കൂടെ ആര് കാണും? നാച്ചുറലി മറിയ ഉണ്ട്. കാര്യം കർത്താവായ യേശു ക്രിസ്തു അമ്മയായ മറിയയെ ഏൽപ്പിച്ചിരിക്കുന്ന യോഹന്നാനെയാണ്. യോഹന്നാന്റെ കൂടെ മറിയയും പോവുകയാണ്. അങ്ങനെ അവർ പോയി സെറ്റിൽ ആകുന്നത് എഫെസോസിലാണ്. മറിയയുടെ ഭവനം, അവിടെ താമസിച്ചിരുന്ന ഭവനത്തിൽ ഞങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യുവാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സ്മുർന്ന എന്ന് പറയുന്ന സ്ഥലത്താ മറിയം താമസിച്ചിരുന്നത്. യോഹന്നാനെ അടക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസോസിലെ ഇപ്പോഴും യോഹന്നാന്റെ കല്ലറ അവിടെയുണ്ട്. ആ എഫെസോസിൽ നിന്നാണ് യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുന്നത്. ആ പത്മോസിൽ ദ്വീപിൽ കിടന്നുകൊണ്ടാണ് യോഹന്നാന്റെ ശുശ്രൂഷ നടത്തിയിരുന്ന എഫെസോസിലും സ്മുർന്നയിലും പെർഗമോസിലും തുയതൈരയിലും സർദീസിലും ഫിലാദൽഫിയയിലും ലവോദിക്കയിലും ഒക്കെ സഭകള് സ്ഥാപിക്കുകയും അവർക്ക് വേണ്ടി ദൂത് അറിയിക്കുകയും ചെയ്തത്. ഇതൊന്നും യെരുശലേമിലല്ല, യഹൂദിയയിലോ ദക്കപ്പൊലിയിലോ ഒന്നും അല്ല ഇതൊന്നും. ഇതെല്ലാം അവർ ഓടിപ്പോയ സ്ഥലങ്ങളിലാണ്. അവർ ഓടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി മഹാദൗത്യം ഏറ്റെടുത്ത് പോയതൊന്നുമല്ല. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ജെറുസലേം റിവോൾട്ട് ഉണ്ടായിട്ട് നിക്കക്കണ്ണിയില്ലാതെ ഓടിപ്പോകുന്ന, പക്ഷെ ഓടിപ്പോയിടത്തും അവർ പറയുകയാണ്, അവർ പോയി സുവിശേഷം അറിയിക്കുന്നത് അവരുടെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം. എല്ലാ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സല്യൂട്ടേഷൻ കാണാം, ആർക്ക് വന്ദനം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുവെന്ന്. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ എല്ലാം ഡയസ്പോറ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ആയിപ്പോയ ജൂ, അതാണ് ചിതറിപ്പാർക്കുന്ന പരദേശികൾ. പത്രോസൊക്കെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ പരദേശിയായി പാർക്കുന്ന ഭവനത്തിൽ എന്റെ ചട്ടങ്ങൾ നിന്റെ കീർത്തനമായിരിക്കണം. ഈ പരദേശികൾ എന്ന് പറയുന്നത് നമ്മളെയല്ല പരദേശികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻസ് അല്ല പരദേശികൾ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യക്കാരെ അല്ല പരദേശികൾ എന്ന് പറയുന്നത്. ദൈവം സ്വന്തം ദേശം കൊടുത്തിട്ട് ആ ദേശത്ത് നിന്ന് പരദേശത്ത് പോയി പാർക്കുന്നവരെ ആ പരദേശികൾ, സ്ട്രേഞ്ചേഴ്സ് സ്കാറ്റേർഡ് അക്രോസ് എബ്രോഡ് എന്ന് പറയുന്നത്. അത് യഹൂദന്മാരാ. അവർക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് ഈ പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും. അത് തുടങ്ങുന്നതേ നമുക്ക് കാണാം. യാക്കോബിന്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ അറിയാം. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഡയാസ്പോറ ജ്യൂസ് അവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനങ്ങളാണ്. അത് ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പോകും. യു മസ്റ്റ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നമ്മുടെ വിളി എന്താണ്, നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്, നമ്മുടെ രക്ഷാ പദ്ധതി എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ യു വിൽ end up in this kind of big trouble. ഇന്ന് അതാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്നത്. 40,000-ലേറെ ഡിനോമിനേഷൻ, എല്ലാവരും ബൈബിളിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. എല്ലാവരുടെയും വിളിയും തിരഞ്ഞെടുപ്പും സ്വർഗത്തിലേക്ക് പോകാനാണ്. എന്താ വലിയൊരു തെറ്റിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. എത്ര റോയലായിട്ടാണ് സാത്താൻ നമ്മളെ ചീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? റോയലി ചീറ്റഡ്. വേണ്ടുന്നതെല്ലാം തന്നിട്ട് ആൾക്കാരെല്ലാം വളരെ തൃപ്തരാ. അവർക്ക് ഇതിന്റെ അപ്പുറത്ത് വേറൊന്നും കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട, അറിയുകയും വേണ്ട. പരിശുദ്ധ ആത്മാവിനാൽ അവരെ വിളിച്ച് വേർതിരിച്ച് അടുത്തൊരു തലമുണ്ടായിരുന്നു, അവിടേക്ക് പോകുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഞാൻ
ഈ വാക്യങ്ങൾ വായിച്ച് ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം, ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യം ആ ഒരു 3 വാക്യങ്ങളിൽ കൂടെ നമ്മൾ കാണുവാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ക്ഷാമത്തെക്കുറിച്ചും ആ ക്ഷാമകാലത്ത് ദൈവം അവരെ പരിപാലിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന കാര്യങ്ങളും, അതായത് അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ആരാണ് ഈ ആദ്യത്തെ സംഭാവനയുമായിട്ട് പോകുന്നത്? ബർന്നബാസും ശൗലുമാണ്. അവര് യെരുശലേമിൽ പോയി അത് കൊടുത്തിട്ട് തിരിച്ച് അന്ത്യോക്യയിലേക്ക് വരിക. അതിനുശേഷമാണ് അവര് പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത്. ആ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഫണ്ട് റൈസിങ് നടക്കുന്നുണ്ട്. അതെല്ലാമായിട്ട് തിരിച്ച് യെരുശലേമിൽ വന്ന് ഇവർക്ക് കൊടുക്കുന്നുമുണ്ട്. ഹല്ലേലൂയ. അതാണ് 11-ാമത്തെ അധ്യായത്തിൽ കൂടി നമ്മൾ ചിന്തിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത്, നമ്മള് അവിടെ ക്രിസ്ത്യാനികൾ എന്നെങ്ങനെ പേര് വന്നു, അവിടെ നിന്നും പരിശുദ്ധാത്മാവിനാൽ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ച് വേറൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയുണ്ടായി. എന്നാൽ ഒട്ടുമുക്കാലും പേര് അത് ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അതിന് പ്രകാരം കാര്യങ്ങൾ പോകുവാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഉപദേശം, ഒരു ഓർത്തഡോക്സ് വിശ്വാസം അത് മുഴുവനും റോമൻ സാമ്രാജ്യത്തിൽ മുഴുവനും പരക്കുവാനും അങ്ങനെ ഒരു ഓർത്തഡോക്സ് വിശ്വാസം പ്രബലപ്പെടുകയും ചെയ്യുവാനായിട്ടിടയായി. പിന്നീട് ആ ഒരു വിശ്വാസത്തിലാണ് സഭാപിതാക്കന്മാർ ഓരോരുത്തരും വരുന്നത്. ജസ്റ്റിൻ മാർട്ടിറും ജെറോമും അത്തനേഷ്യസും ഇഗ്നേഷ്യസും അഗസ്റ്റിനും ഒക്കെ വരുന്നത്, ഓരോ പിതാക്കന്മാർ വരുന്നത് ആ ഒരു വിശ്വാസത്തിലാണ്. അതാണ് ജനത്തിന് എന്താ പറയുന്നത്, ലെജിറ്റിമേറ്റ്ലി അറിയാവുന്നതും ആധികാരികമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതും. ആ ഒരു വിശ്വാസത്തിലേക്കാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മനം മാറി വരുന്നത്. അദ്ദേഹം ആ ഒരു വിശ്വാസത്തെയാണ് അതിനെ ഉറപ്പിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിനെ ലീഗലൈസ് ചെയ്യുന്നതും രാജകീയ മതമായിട്ട് മാറുന്നതും ആ ഒരു വിശ്വാസം രാജ്യത്തോട് സഖ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ അതങ്ങനെ വളർന്നു വരുവാനായിട്ടിടയായി. ഈ സമയത്തൊന്നും അതിലെന്ത് പറഞ്ഞിരിക്കുന്നു, നമ്മൾ എന്ത് ഫോളോ ചെയ്യണമെന്നൊന്നും വായിക്കാൻ ഈ പുസ്തകം നമ്മുടെ കയ്യിലില്ല. നമുക്ക് 2000 വർഷമായി എന്നൊക്കെ വലിയ വീം പഠിക്കാൻ പറ്റും. പക്ഷെ ഇത് കണി കാണാൻ കിട്ടിയിട്ടില്ല. ആൾക്കാർ കണ്ടിട്ടില്ല ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. 1500-കൾക്ക് ശേഷം മലയാളത്തിലൊക്കെ ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്ന 1900-ലാണ്. നമ്മുടെയൊക്കെ കയ്യിലാകുന്നത് 1970-ന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒത്തിരി പറയാനുണ്ട്. 2000 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്താണ് 2000 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത്? എഴുതി തന്നിരിക്കുന്ന പരസ്യകാരാന ക്രമം അല്ലാതെന്താ? ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ എന്ത് നയിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാതെ പോയി. അതാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. ഇന്ന് പറഞ്ഞാലും ഇരുത്തി പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ മനസ്സിൽ ഒരു ഭയങ്കര എന്താ പറയുന്ന ചെതുമ്പല് കണ്ണിൽ ബാധിച്ചിരിക്കുക. ഇതിങ്ങനെ തന്നെ ഒന്ന് ബൈബിളിൽ ഒന്ന് നോക്കിയാൽ, ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. ബട്ട് നോബഡി ഹാസ് ടൈം ഫോർ ദാറ്റ്. നമ്മൾ പാരമ്പര്യത്തിലും പിതൃ സമ്പ്രദായങ്ങളിലും ഒക്കെ കൂടുതൽ വിശ്വസിച്ച് നിൽക്കുന്നു തിരുവചനത്തെക്കാളേറെ. ഓരോരുത്തരും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് പറയേണ്ടതായിട്ട് വരും. ഞാൻ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം സംസാരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന കാര്യമാണോ? നമ്മള് ഇവിടെ ഒന്നും കിട്ടണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ അല്ല ഞങ്ങൾ ഈ പറയുന്നത്. നമുക്ക് ഒരു സംഗതിയും വേണ്ട. രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ്. നമ്മൾ താമസിക്കുന്ന വീടിന് തീ കത്തിക്കൊണ്ടിരിക്കുക. നമ്മളത് കണ്ടിട്ട് വിളിച്ചു പറയുന്ന ആ ഒരു ഉത്തരവാദിത്വത്തോടാണ് ഈ ഒരു സുവിശേഷം വിളിച്ചറിയിക്കുന്നത്. അല്പം കഴിഞ്ഞാൽ വീട് മുഴുവൻ കത്തിച്ചാമ്പലായി പോവും. രക്ഷപ്പെടാൻ വിളിച്ചു പറയുന്ന ആ ഒരു ഉദ്ദേശത്തോട്, ആ ഒരു ആഗ്രഹത്തോടാണ് ഈ സുവിശേഷത്തെ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് വിടാം, നോ പ്രോബ്ലം. പക്ഷെ നാളെ നിങ്ങൾ എവിടെ എൻ്റെ പാകുമോ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും എന്ന് മാത്രം നിങ്ങളുടെ മനസ്സിന്റെ പുറകിൽ സൂക്ഷിക്കുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ചോദ്യത്തിനോട് പെട്ടെന്ന് മറുപടി പറയാനായിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്കിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ മുന്നിൽ ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. കഴിയുന്നത്രയും വേഗം ഞാൻ അത്രയും പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിക്കാം. 15 മിനിറ്റ് കൂടെ. ചോദ്യം ഇതായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആക്ച്വലി ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് വിചാരിച്ചെങ്കിലും സമയം ലഭിക്കാതെ പോയി. ചോദ്യം ഇതാണ്: കർത്താവിന്റെ കാൽവറി മരണത്തിലും ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗത്തിലും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നില്ലേ? അതല്ലേ അവർ എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നുവെന്ന് കർത്താവ് കൽപ്പിച്ച് അവരെ ഏൽപ്പിച്ചു കൊടുത്ത തിരുമേശ അവർ ആചരിച്ചുകൊണ്ടിരുന്നത്? അതല്ലേ അതേ വിശ്വാസത്തിൽ കൂടി വന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്?
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരും ഇത് തന്നെയല്ലേ വിശ്വസിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. കർത്താവിന്റെ കാൽവറി മരണത്തിലും ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലും അതിലൂടെ തുറന്ന ആ രക്ഷാമാർഗത്തിലും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നില്ലേ? അതല്ലേ അവര് ഇത് എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് കൊടുത്ത ആ തിരുമേശ അവർ ഫോളോ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ അവര് വിശ്വസിച്ച് കൂടി വന്നവരെ എല്ലാം ചേർന്ന് ദിനം പ്രതി അവർ സഭയോട് ചേർന്ന് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്? ഇതാ ചോദ്യം. പന്തിരുവരിലൂടെ ലോകത്തെ അറിയിച്ച സുവിശേഷവും പൗലോസിലൂടെ ലോകത്തെ അറിയിച്ച സുവിശേഷവും രണ്ട് സുവിശേഷമാണ്. രണ്ട് കാര്യങ്ങളെ. കർത്താവിന് ഒരു സുവിശേഷമേ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അഖിലഖണ്ഡത്തിന്റെ ഉടയവന, ദൈവിക പദ്ധതിയാ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദൈവിക പദ്ധതികളാ. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ രണ്ട് ദൈവിക വിളികളായത്. അതിൽ ഒരു വിളി മാത്രമേ നമുക്ക് വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. അതായിരുന്നു യഹൂദൻ ഫോളോ ചെയ്തിരുന്നത്. അവരെ, ആ ഒരു ഗ്രൂപ്പിനെ, ലോകത്തിൽ ഇത്രമാത്രം ജനമുള്ളതിൽ യഹൂദനെ ഒരു ഗ്രൂപ്പിനെ മാത്രം വിളിച്ച് അവർക്കൊരു പദ്ധതി കൊടുത്തിരിക്കുക. ബാക്കി 95% ജനം വെളിയില. അവർ കൈവിടപ്പെട്ടു പോയത്. എന്നാലും കരുണാമയനായ ദൈവത്തിന് കരുണ തോന്നി ദൈവം ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുക. അത് ഇവർക്ക് എല്ലാവർക്കും ഓപ്പണാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എല്ലാ മനുഷ്യർക്കും അത് ബാധകമാ. അത് സ്വർഗത്തിലേക്ക് പോകുന്നത്, നിത്യം സ്വർഗത്തിൽ വസിക്കുന്നതുമായ ഒരു പദ്ധതിയാണ്. ആ സ്വർഗീയ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം നമ്മുടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാര്യം നമ്മൾ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളും വീടും കാറും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് നമുക്കുള്ളതല്ല. നാം ഇവിടുത്തുകാരല്ല. നാം സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാ. പൗലോസ് അപ്പോസ്തലൻ സ്വർഗത്തിൽ പോയപ്പോൾ പറയുന്നത് കണ്ടില്ലയോ? ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 14 സംവത്സരം മുമ്പ് ഞാൻ ഒരാളെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ പോയതെന്ന് ഞാൻ അറിയുന്നില്ല. സ്വന്തമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. തന്റെ കൂടെ ഈ ശരീരം എന്ന് പറയുന്ന ലഗേജ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലും പോളിന് അറിയത്തില്ല. പോയിട്ട് വന്നിരിക്കുക. അങ്ങനെ പോലും നമ്മൾ ഇത് അറിയത്തില്ല. നമ്മളെ അതുപോലെ തന്നെ സ്വർഗ ശരീരത്തിൽ, ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും. നമ്മൾ തന്നെയാ സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നത്. അവിടെ എന്തിൻ്റെയും കുറവുള്ള ഒരു സ്ഥലമല്ല, സ്വർഗമാ. നമ്മൾ ഇവിടെ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു അതിന്റെ 10,000 മടങ്ങ് അതിമഹത്തായ ഒരു സ്ഥലത്തേക്ക് ആ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നിത്യം വസിക്കാൻ പോവുകയാ. ആ പദ്ധതി നമുക്ക് അറിയത്തില്ല. നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു പദ്ധതിയും വെളിപ്പെടുത്താതെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന പദ്ധതിയാണ്. ദൈവം ഈ ഭൂമിയെ അവകാശമാക്കുന്നുള്ള വെളിപ്പെടുത്തിയിരുന്ന ദൈവിക പദ്ധതി. ഇന്ന് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ രണ്ട് പദ്ധതിയും ഇപ്പോൾ അറിയാം. കാര്യം ഇത് രണ്ടും വെളിപ്പെട്ട് കഴിഞ്ഞു. ഇത് രണ്ടും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ മറഞ്ഞിരുന്ന പദ്ധതിയെ നമ്മൾ ഇതിനിടയിൽ ചേർത്തിട്ട് യഹൂദന്മാരുടെ പദ്ധതിയോട് ചേർത്ത് അതിനെ മിക്സ് ആക്കാറുണ്ട്. ഇതിനെയാണ് ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ അതിനെ അവിടെയും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിശ്വസിച്ചിരിക്കുക. അവിടെ മുഴുവൻ ഒരു ഭയങ്കര പുകമറ സൃഷ്ടിച്ചേക്കുന്ന കാരണം ആക്ച്വലി അവിടെ എന്താ നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല. 1-ാം നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിൽ ആകെപ്പാടെ ഒരു ഭയങ്കര പുകമറ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ അല്പസമയം കൂടുതൽ നിന്ന് എന്തുകൊണ്ടാണ് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്, എന്തായിരുന്നു ക്രിസ്തീയ മാർഗം, അവിടെ നിന്ന് നമ്മൾ അടുത്ത തലത്തിലേക്ക് കയറേണ്ടുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നൊക്കെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ കാര്യം അതാ. 1-ാം നൂറ്റാണ്ടിൽ എന്ത് നടന്നു, 2-ാം നൂറ്റാണ്ടിൽ എന്ത് നടന്നു, ഒരു പിടിയുമില്ല. 3-ാം നൂറ്റാണ്ട് മുതൽ കുറച്ച് വെളിച്ചം വീശിയിട്ടുണ്ട്. കാര്യം അപ്പോഴത്തേന് തെറ്റാവുന്ന മാക്സിമം തെറ്റി കഴിഞ്ഞിരിക്കുന്നു. കൊസ്തന്തിനോസ് വരെ തിരിഞ്ഞ് ക്രിസ്ത്യാനിയായി കഴിഞ്ഞു. പിന്നെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോ ക്ലാരിറ്റി ഉണ്ടേലും ഇല്ലേലും ആരും ഇത് പിന്നെ നോക്കാൻ പോലെ അതിന് മുമ്പ് നടന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. ഇവിടുത്തെ ചോദ്യം, യഹൂദന്മാരും കർത്താവിന്റെ ക്രൂശിലൂടെ തുറന്ന രക്ഷാ പദ്ധതി വിശ്വസിച്ചിരുന്നില്ലേ? അതല്ലേ ഇത് എന്റെ രക്തത്തിന് പുതിയ നിയമം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആ ലോർഡ്സ് ടേബിളിലൊക്കെ അവർ പങ്കെടുക്കാൻ കാര്യം? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തോലിക ശുശ്രൂഷ ആരംഭിക്കുന്നത് ആക്സിലെ പെന്തക്കോസ്ത് നാൾ മുതലാണ്. അവിടുത്തെ യഹൂദന്മാരല്ലാതെ വേറെ ഒരു മനുഷ്യരും ആ ഒരു കൂട്ടത്തിലില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ ആ കൂടിവരവിൽ യഹൂദന്മാരല്ലാതെ വേറെ ഒരു ജാതികളും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്രിസ്ത്യാനിറ്റിയുടെ ബർത്ത്ഡേ ഒന്നും ആയിരുന്ന ദിവസമായിരുന്നില്ല. ഞാൻ 1-2 ഉദാഹരണം കാണിച്ച് ആ വിഷയം ഒന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം
അതിന് 42-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? അന്ന് കൂടി വന്നവർ, പെന്തക്കോസ്ത് നാൾ മുതൽ കൂടി വന്നവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട്, 11 അപ്പോസ്തലന്മാർ, യൂദായില്ല, 11 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അന്ന് കൂടി വന്നവരെല്ലാം അങ്ങനെ അപ്പം കഴിച്ചും പ്രാർത്ഥന ആചരിച്ചും പോരുന്നവരാ. ഇവിടെ കൂടി വന്നിരുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണ്. ഒരു ജാതിയനെ പോലും നിങ്ങൾക്ക് ഇവിടെ കാണത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് 46, 47 വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. 46, 47 വാക്യങ്ങൾ, 2-ാം അധ്യായം 46, 47. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. മനസ്സിലായോ? അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഉല്ലസിച്ച് ആഘോഷിച്ച് ആലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന ജാതികളായിട്ടുള്ള ജനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്ന് ഒന്നിച്ച് അപ്പം നുറുക്കിയും ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ചും പോരുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ നമ്മൾ ജാതീയ ജനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 10-ാമത്തെ അധ്യായം ഏകദേശം ഒരു 6-7 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു അധ്യായമായത്. 39 നടക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടില്ലയോ, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മനസ്സിലായോ? അവിടെ അടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരുടെ കൂടെ ഇവര് ഹൃദയ പരമാർത്ഥതയും അപ്പം നുറുക്കിയും വീട്ടിൽ ഒന്നിച്ച് ആഹാരം കഴിച്ചും പോരുന്നു എന്ന് പറയുന്നത്? ഇവരുടെ അടുക്കാൻ പറ്റത്തില്ല. ഇവരങ്ങനെ അടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നവർ ഇവിടെ ഒരു ജാതികളും കൂടി വന്നിട്ടില്ല. ഇവിടെ സഭയോട് ചേർന്നു എന്ന് പറയുന്നത് ഒരു ജാതികളുമല്ല. 11-ാം അധ്യായത്തിൽ കണ്ടില്ലേ പത്രോസ് അപ്പോസ്തലനെ ബാക്കി 10 ശിഷ്യന്മാര് പറയുന്നത്, പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചിട്ട് പറഞ്ഞു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. അത്ര പോലും അവർക്ക് അടുക്കാൻ പറ്റത്തില്ല. ഇനി 2-ാം അധ്യായത്തിൽ അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് എത്ര ജാതികൾ ആ ഭക്ഷണം കഴിച്ച കൂട്ടത്തിൽ ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ കൂട്ടത്തിൽ അവരുടെ കൂടെ ഇത് കണ്ടില്ല, 40 ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും ഭക്ഷണം കഴിക്കുകയും എത്ര ജാതികൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു മനുഷ്യൻ പോലും ഇല്ല. അവർക്ക് കൂടാൻ പറ്റത്തില്ല. കൂടാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ 10ഉം 11ഉം അധ്യായത്തിലൊക്കെ അങ്ങനെ കൂടി വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവർ പറയത്തില്ല. നിങ്ങൾ എന്ത് അന്യായമാണ് കാണിച്ചതെന്ന് പത്രോസിനോട് ചോദിക്കത്തില്ല. ഇത് മുഴുവനും യഹൂദന്മാരുടെ പദ്ധതിയും അവരുടെ വിളിയുമാണ്. യഹൂദന്മാർ ആർക്കും തന്നെ ക്രിസ്തു മരിച്ചു ഉയർക്കുമെന്നോ മരണ പുനരുദ്ധാനത്തിലൂടെ രക്ഷയുണ്ടെന്നോ ഒന്നും അവർക്ക് ഈ വിശ്വാസമേ അറിയത്തില്ല. അവർ കർത്താവ് വരുന്നതിന് മുമ്പ് സുവിശേഷം പ്രസംഗിച്ചിരുന്നു. കർത്താവ് ലോകത്തിലുള്ളപ്പോഴും അവരെ പരസ്യയോഗത്തിനൊക്കെ ദൈവം അയച്ചിരുന്നു. അവര് അന്നും സ്നാനപ്പെടുത്തിയിരുന്നു, അതിനുശേഷവും സ്നാനപ്പെടുത്തി. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതൊന്നും കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിലാണെന്നുള്ള ഒരു വിശ്വാസം അവർക്കില്ല. അവർക്കത് അറിയത്തുമില്ല. കർത്താവ് മരിക്കുമെന്നും അതിലൂടെ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്നൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 34-ാം വാക്യം. പെട്ടെന്ന് ചില വാക്യങ്ങൾ മാത്രം ഞാൻ കാണിച്ച് അധികം നിൽക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞുവിടാം. കർത്താവ് പറയുക, നമ്മള് യെരൂശലേമിലേക്ക് പോവുകയാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ അടിക്കും, കൊല്ലും എന്നൊക്കെ കർത്താവ് പറയുന്ന ഒരു ഭാഗമായത്. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലും എന്നൊക്കെ കർത്താവ് 12 ശിഷ്യന്മാരോട് പറയുക. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടില്ല, അവർ പറയുന്നത് കണ്ടില്ലോ, അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു. പറഞ്ഞതൊന്നും അവർ തിരിച്ചറിഞ്ഞതുമില്ല. അവർക്കൊന്നും കർത്താവ് മരിക്കുമെന്നും അറിയത്തില്ല, മരിച്ചിട്ട് ഉയർക്കുമെന്നും അറിയത്തില്ല, ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു ദൈവിക പദ്ധതി എന്താണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. അവരത് കേട്ടിട്ട് പോലുമില്ല. ഇനി ഇമ്പോട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് യോഹന്നാനും പത്രോസും കൂടാണ് കല്ലറയ്ക്കൽ ചെല്ലുന്നത്. ആ കല്ലറയ്ക്കൽ ചെന്ന് കഴിഞ്ഞിട്ടും അവർ പറയുന്നത് കണ്ടില്ലയോ, ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു, വിശ്വസിച്ചു. അകത്ത് ചെന്ന് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുന്ന അവർക്ക് അറിയത്തേ ഇല്ല. അയ്യോ, ഉയർത്തെഴുന്നേറ്റോ എന്ന് ചോദിച്ചിട്ടാണ് ഓടുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് വിശ്വസിക്കുന്നത്. മറ്റേ ശിഷ്യൻ പുറകെ വന്നത് പത്രോസ് അകത്ത് കിടന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞിരുന്നില്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമായി പറയുന്നത്. പത്രോസ് പറയുന്ന, കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്നാ പറയുന്നത്.
അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അവർ കാത്തിരുന്നിട്ടില്ല, അവർക്ക് അറിയത്തില്ല. അവരോട് അതിന് മുൻപും അന്നേരവും അതിന് പിൻപും എല്ലാം സംസാരിച്ചത് അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്തമാണ്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. എന്തിന്? കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗാരോഹണം ചെയ്തപ്പോൾ എന്തിനാ 40 ദിവസം പ്രത്യക്ഷനായ? ഇവരെ ഈ വിഷയത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. സ്വർഗരാജ്യം, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്നും അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാലേ അവർക്ക് വിശ്വാസം വരത്തുള്ളൂ. അവർക്കല്ലാതെ ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ഐഡിയയോ അവർ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയൊന്നും ചെയ്യുന്നതായിട്ടല്ല. ബൈബിൾ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. 5-ാം അധ്യായം 42-ാം വാക്യം, പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതിലെ വിടുതൽ, അതിൽ കൂടെ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടെന്നൊന്നും അല്ല പ്രസംഗിക്കുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയും സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാ ഇവർ പ്രസംഗിക്കുന്നത്. അവരുടെ സുവിശേഷം അതാണ്. യേശു തന്നെ ക്രിസ്തു എന്ന് അവർ പ്രസംഗിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ. 30-ാമത്തെ വാക്യം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്ത വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. എങ്ങനെ? കർത്താവ് ക്രൂശിൽ മരിച്ചു, ആ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാനൊന്നും അല്ല. ഇത് കണ്ടില്ലേ? യേശു ദൈവപുത്രനായ ക്രിസ്തു, അവനാണ് പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവർ വിശ്വസിക്കണം. അതാ അവരുടെ സുവിശേഷം. ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അത് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം സുവിശേഷം എഴുതി നിർത്തുക. ലാസ്റ്റ് സെന്റൻസാ. ഇതെന്തിനാ എഴുതിയിരിക്കുന്നതെന്ന് പറയുക. നിങ്ങൾ യേശു ആണ് ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുക. ഇതാ ഇവരുടെ സുവിശേഷം. നിങ്ങൾ കാര്യങ്ങളെ അതിന്റെ സീരിയസ്നെസ്സോട് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ൽ പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇത് തന്നെയാ പ്രസംഗിക്കുന്നത്. യേശു തന്നെ ദൈവപുത്രൻ എന്നവൻ പള്ളികളിൽ പ്രസംഗിച്ചു. കണ്ടോ? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു ആണെന്നുള്ളതാണ് അവരുടെ സുവിശേഷം. 22-ാമത്തെ വാക്യം കണ്ടില്ലയോ? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഇവിടെ ഒന്ന് കർത്താവ് മരിച്ചുവെന്നോ ആ മരിച്ച രക്തത്തിൽ കൂടെ വിടുതലെന്നോ എന്നുള്ള സുവിശേഷം അല്ല ഇവർ പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കാത്തവർ എങ്ങനെയാണ് കർത്താവിന്റെ മരണത്താൽ തന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറയുമ്പോൾ ആ മരണത്തിൽ കൂടിയുള്ള രക്ഷ, അതിൽ കൂടിയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത്? അതല്ല അവരുടെ വിശ്വാസം. എന്നാൽ ദൈവം അവരോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് യിരെമ്യാ പ്രവചനത്തിലാണ്. അവരുടെ പിതാക്കന്മാരുടെ മുതലേ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 500 വർഷം മുമ്പ്, ഏകദേശം 550 വർഷം മുമ്പ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുക, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട് ദൈവം നിങ്ങളെ അറിയിക്കുക. എന്ത്? നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ഒരു നിയമമുണ്ട്, അവരത് ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരെ ഓടിച്ചു വിട്ടു, അവരെന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി, അവരെന്നെ വിട്ട് മാറിപ്പോയി. എന്നാൽ ഞാൻ അവരോട് പുതിയൊരു നിയമം ചെയ്യും, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, കണ്ടോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാ അവർക്കുള്ള പുതിയ നിയമം എന്ന് പറയുന്നത്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കൊടുത്ത മോശ മുഖാന്തരം കൊടുത്ത പഴയ നിയമം അത് അവർ അംഗീകരിച്ചിട്ടില്ല, അവരത് ഫോളോ ചെയ്തില്ല. അവർ കനാൻ ദേശത്ത് എത്തിയപ്പോൾ മുതലേ മോവാബ്യരുടെയും സീദോന്യരുടെയും അമ്മോര്യരുടെയും ഒക്കെ ദേവന്മാരെ ആരാധിക്കാൻ പോയി. യിരെമ്യാവ് 33-ാമത്തെ വാക്യം, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, അതെന്നാ? അങ്ങനെ ഒരു കാലമുണ്ട്, ആ കാലം കഴിയാൻ പോവുകയാണ്. അവരുടെ കാലഘട്ടത്തിൽ ആ കാലം കഴിയാൻ പോവുകയാ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം അവരോട് പുതിയൊരു നിയമത്തെ ചെയ്യാൻ പോകുക. അത് ബുക്കിലും ചുരുളിലുമല്ല, അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കുമെന്ന് പറയുക. എന്തിനാ അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം അവനവന്റെ ഹൃദയത്തിൽ ദൈവം എഴുതിയിരിക്കുക. അവർ ആബാല വൃദ്ധം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. എങ്ങനെ? അവരെല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്.
അവരോട് ദൈവം നാഷണലി ക്ഷമിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ദൈവം അയക്കാൻ പോവുക, വരുത്താൻ പോവുക. ആ നിയമത്തിന്റെ മേല കർത്താവ് പറയുന്നത് ഇതെന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. ആ നിയമം പെന്തക്കോസ്ത് നാൾ മുതൽ പ്രാബല്യത്തിൽ വരണമായിരുന്നു. പക്ഷെങ്കിൽ ഇവര് യെരുശലേമാകട്ടെ, മഹാപുരോഹിതനാകട്ടെ, പൗരോഹിത്യ വൃന്ദമാകട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കാതെ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറയുകയും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച സഭയെ ഉപദ്രവിക്കുകയും മുടിപ്പിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് ആ ഒരു നിയമം അവിടെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ നിയമം അവിടെ ആരംഭിച്ചില്ല. ആ ഒരു നിയമം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ രക്തം തളിക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഈ കർത്താവ് ഈ പറയുന്ന കാലത്ത്, ഈ യിരെമ്യാവ് ഈ പറയുന്ന കാലത്ത് ഈ വരാനിരിക്കുന്ന ഒരു നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പുറത്ത് അതിന്റെ രക്തം തളിക്കണം. മോശെ കൊടുത്ത ഓൾഡ് ടെസ്റ്റ്മെന്റ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കൊടുക്കുന്നെങ്കിലും അതിന്റെ 24-ാമത്തെ അധ്യായത്തിൽ അതിന്റെ പുറത്ത് രക്തം തളിക്കുന്ന ദിവസം മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നത്. ജനത്തിന്റെ മേലും പുസ്തകത്തിന്റെ മേലും രക്തം തളിക്കും. യാഗം കഴിച്ച യാഗമൃഗത്തിന്റെ രക്തം, ആ രക്തമാകുന്നു എന്നാ കർത്താവ് ഈ പറയുന്നത്. കർത്താവ് പുതിയ നിയമത്തിൽ ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറയുന്ന ഈ നിയമത്തെ ആ കർത്താവ് പറയുന്നത്. അല്ല നമ്മൾ കുത്തിക്കെട്ടി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറഞ്ഞ് നമ്മൾ പുതിയ നിയമം എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന പുതിയ നിയമം അല്ല. ഇവിടെ അങ്ങനെ ഒരു പുതിയ നിയമം ഇതിലില്ല. നാം ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു നിയമം പാലിച്ചിട്ടല്ല. നാം കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാ. നമ്മള് ജാതികളോട് ദൈവം ഒരു നിയമവും ചെയ്തിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ് നമ്മള്. ദൈവ നിയമം ചെയ്തു എന്ന് പറഞ്ഞത് ഇവരോടാ. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഈ നിയമം അവരോടാണോ ചെയ്തിരിക്കുന്നത്? ഈ പുതിയ നിയമം, ഈ പുതിയ നിയമം ഫോളോ ചെയ്യുന്ന എത്ര യഹൂദന്മാരുന്നുണ്ട്, എത്ര ഇസ്രായേലുകൾ ഇന്നുണ്ട്? അവര് ബൈബിൾ പോലും അംഗീകരിക്കുന്നില്ല. കർത്താവ് ഇവിടെ പറയാ, ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെയല്ല, അവരോട് ഞാനൊരു നിയമം ചെയ്യും. ആ നിയമത്തിന്റെ കാര്യമാണ് കർത്താവ് ഇവിടെ പറഞ്ഞ ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന്. അത് അവർ ചെയ്യാതെ പോയി. എന്നാൽ ദൈവം അവരെ അതിലേക്ക് കൊണ്ടുവരും. അതാ റോമാലേഖനത്തിൽ പറയുന്നത്. റോമാലേഖനം 11:26 മുതൽ അതാ പറയുന്നത്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവർ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവ് യിരെമ്യാവിനോട് പറഞ്ഞ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കും, ഞാൻ അവരുടെ പാപങ്ങളെ കണക്കിടത്തില്ല. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കാര്യം നിവർത്തിക്കും. അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം അത് ചെയ്യും. ഇതല്ല നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന തിരുവത്താഴം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 11:26 പറയുന്ന ആ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ നമ്മളോട് പറയുന്നത് കണ്ടില്ലേ? ഇവിടെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി, ആ ക്രൂസിൽ കൂടി നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുക. അതിനെ ഓർക്കാൻ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എന്നാ യേശു ക്രിസ്തു രണ്ടാമത് വന്ന് നമ്മളെ ചേർക്കുന്നത് വരെ. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് കണ്ടോ, ഞാൻ വന്ന് നിങ്ങളോടൊപ്പം സ്വർഗരാജ്യത്തിൽ പന്തിയിലിരുന്ന് ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് വരെ ഞാൻ ഇതിൽ നിന്ന് പങ്കെടുക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ. വന്നതിന് ശേഷവും 1000 ആണ്ടിലും ദൈവം അവരോടൊപ്പം ഇതിൽ പങ്കെടുക്കും. എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവ് വരെ അവന്റെ ക്രൂശ് മരണത്തെ ഓർക്കേണ്ടതിന് നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. ഇതല്ല യഹൂദന്മാർ ഫോളോ ചെയ്തിരുന്നത്. അവർക്ക് ഈ വിളി അറിയത്തില്ല, നാം സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം അറിയത്തില്ല. അവരോടൊരു പുതിയ നിയമം ദൈവം ചെയ്യാനിരിക്കുക. ആ നിയമത്തിന്റെ ഉറപ്പാ കർത്താവ് പറയുന്നത്, ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞത്. ആന്റിസിപ്പേറ്റിംഗ് റെവലേഷൻ. നമുക്ക് ഈ 2 കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചേരണ്ടാത്തടത്ത് ഇതിനെ എടുത്ത് ചേർക്കരുത്. നമ്മുടെ വിളി എന്താണെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ 1-2 കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 2 പരിശുദ്ധാത്മ പകർച്ചയിലൂടെ ശക്തി പ്രാപിച്ച സഭയിൽ ജാതികൾ ഇല്ലായിരുന്നു. അത് യഹൂദനും യഹൂദ മതാനുസാരികളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെയാണ് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത്. അവരുടെ കൂടിവരവിൽ കർത്താവിന്റെ മരണത്തെയോ ക്രൂശിനെയോ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അവരുടെ വിശ്വാസം യേശു തന്നെ ക്രിസ്തു എന്നുള്ളതാണ്.
അല്ലാതെ കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ളതല്ല. അവർ ലോർഡ്സ് ടേബിൾ ആചരിച്ചിരുന്നത് തകർക്കപ്പെട്ട ശരീരത്തെയോ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തെയോ ഓർക്കുവാനായിട്ടല്ല, പ്രത്യുത അവർക്ക് ലഭിക്കുവാൻ പോകുന്ന പുതിയ നിയമത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അത് കർത്താവിന്റെ മരണത്തെ ഓർക്കാനല്ല, കർത്താവിനെ ഓർക്കാനാണ്. അവൻ അവരോട് പറഞ്ഞത് 1000 ആണ്ടിൽ കർത്താവ് അവരോടൊപ്പം അതിൽ പങ്കെടുക്കുന്നത് വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും അനുഭവിക്കത്തില്ല എന്നാണ്. എന്നാൽ നമ്മളോട് പറഞ്ഞത് കണ്ടില്ലയോ, അവന്റെ വരവ് വരെ അവന്റെ മരണത്തെ ഓർക്കുവാൻ നമ്മളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന ആ ഒരു ആരാധന അല്ല യഹൂദന്മാരുടെ ആരാധനയും അവർ വിശ്വസിച്ചിരുന്നതും. അവരുടെ വിളി വേറെയാണ്, അവരുടെ തിരഞ്ഞെടുപ്പ് വേറെയാണ്. അവര് തിരുവത്താഴത്തിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് കൊടുത്തിരുന്ന തിരുവത്താഴം അവർ 12 പേരോട് ചേർന്ന് കർത്താവ് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയ തിരുവത്താഴമാണ്. ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാനിരിക്കുന്ന പുതിയ നിയമത്തിന്റെ അത് പ്രാബല്യത്തിൽ അതെന്താ പറയുന്നത്, അത് കോൺസിക്രിയേറ്റ് ചെയ്ത് അത് അനുഗ്രഹിച്ച് അത് പ്രാബല്യത്തിൽ വരുന്നതിനെ കുറിച്ചും അതിന്റെ ഓർമ്മ അത് അവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിനുശേഷം പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ടതും സ്വർഗത്തിലേക്ക് പോകുന്നതുമായ സ്വർഗീയ പദ്ധതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല യഹൂദന്മാർ അന്നും ഇന്നും തിരുവത്താഴം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 5 മിനിറ്റ് ഞാൻ കടന്ന് എടുക്കുവാനായിട്ട് ഇടയായി. എന്നോട് ക്ഷമിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ ചിന്തകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.